कृष्णार्पणमस्तु। प्रभुपाद की, गुरु महाराज की जय, രാധാ പവനപുരേശൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദ പുരാണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. പേരല്ലേ, ബാക്കിയുള്ളവരിങ്ങനെ വന്നോളും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? കാരണം കുമാരസംഭവം കുറച്ച് വലിയ സ്റ്റോറിയാണ്. വലിയ സ്റ്റോറി മീൻസ് കുറച്ച് അധികമുണ്ട് പേജസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കത് എടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അറൗണ്ട് ഒരു 10:30 മണിയോ 8:30 to 8:30 to 10:30 ആവും. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം എടുത്ത് പോവാം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് എന്ന് വിശ്വസിക്കുന്നു. ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഭഗവാൻ നൽകട്ടെ. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. പിന്നെ വേറെ എന്താ പറയാറ്, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 41
93 42 49 49 41. അതെപ്പോഴും പറഞ്ഞു എനിക്ക് തന്നെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 93 42 49 49 41. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി. ഇപ്പോൾ കുറച്ച് ഒരു 3-4 ദിവസമായിട്ട് ഞാൻ മെസ്സേജ് നോക്കിയിട്ടില്ല, നോക്കണം. കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് മെസ്സേജ് നോക്കാത്തത്. കുറച്ച് മീറ്റിംഗ്സ്, കാര്യങ്ങൾ, ഡബിങ്സ് അതൊക്കെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റാത്തത്. വൈകാതെ തന്നെ മെസ്സേജ് നോക്കാം. അപ്പോൾ എന്തുണ്ടെങ്കിലും ഒന്ന് മെസ്സേജിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും അനിൽകുമാരി മാതാജി കൊടുക്കാലോ. പിന്നെ മോൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ, ഭഗവാനോട് പ്രാർത്ഥിക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഗുരുവായൂർ മഞ്ചേരീസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മെയിൽസിനും ഫീമെയിൽസിനുമായിട്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ആഡ് ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരുപാട് സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അറിവുകളെല്ലാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സുകളുടെ ലിങ്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടും. യൂട്യൂബ് ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ ക്ലാസ്സുകൾ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗ്രൂപ്പിൽ ആഡ് ആവണമെന്ന് താല്പര്യമുള്ളവർ ദയവായി 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരിക. സമയം പോലെ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കഴിയുന്നതും രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെ വിളിക്കാൻ ശ്രമിക്കുക. അഡ്മിൻസിനെ ആണെങ്കിലും ആ സമയം വിളിക്കാൻ ശ്രമിക്കുക. മാക്സിമം വിളിക്കുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ മെസ്സേജ് അയച്ചിടുന്നതാണ്. മെസ്സേജ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. മഞ്ചേരീസിലേക്ക് വരുന്ന മെസ്സേജ് നോക്കാൻ കുറച്ച് ലേറ്റ് ആവും, ഒരുപാട് മെസ്സേജസ് വരുമല്ലോ. അഡ്മിൻസ് പിന്നെയും അവരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സമചിത്തതയോടുകൂടി സമാധാനത്തോടുകൂടി മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മെസ്സേജ് നോക്കിയില്ല, റിപ്ലൈ തന്നില്ല, കോൾ വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ള പരാതികളൊന്നും വേണ്ട. ട്രസ്റ്റിന്റെ നമ്പറാണ്, FBയിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് കോൾസ് വരും, മെസ്സേജസ് വരും. നമുക്കും നമ്മുടേതായ ജോലി കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കോൾസ് എല്ലാം മിസ്സായി പോകുന്നത്. ക്ഷമിക്കണം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, നന്നായി പോകുന്നു. ഇനി അന്നദാനം നമുക്ക് വരാൻ പോകുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്നദാനം ചെയ്യാം. തീർച്ചയായിട്ടും മാതാജി, ഒരു പശുവിനെ ആഗ്രഹിച്ച് വിളിക്കുന്ന ഒരാള് എൻ്റെ പരിധിയിലുണ്ട്. സാധിക്കുമെങ്കിൽ ഞാൻ അവരെ കണക്ട് ചെയ്തുതരാം. മാതാജി അവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഭഗവാന്റെ കാരുണ്യം. അവരുടെ കോണ്ടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് മാതാജിക്ക് എത്തിച്ചു തരാം. മാതാജി അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം, ഡയറക്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ നമുക്കൊന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എല്ലാവരും ഹാപ്പി അല്ലേ? പറയൂ, കുമാരസംഭവം കേൾക്കാൻ റെഡിയാണോ? റെഡിയാണോ കുമാരസംഭവം കേൾക്കാൻ? നിങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയല്ല. പറയൂ, റെഡിയാണോ കുമാരസംഭവം കേൾക്കാൻ? തരാം മാതാജി. ഞാൻ അവരുടെ നമ്പറും ഡീറ്റെയിൽസും തരാം. പാവപ്പെട്ട കുടുംബമാണ്, പശുവിനെ കിട്ടുമെന്ന് കുറെ നാളായി ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. റെഡി? ആരാ ആദ്യം പറഞ്ഞത്? സായുഷ് അല്ല, ചിഞ്ചു മാതാജി, പ്രസന്നമ്മ, വിജയമ്മ. ഓക്കെ, അങ്ങനെ നമ്മുടെ മഹാദേവന്റെയും ദേവിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് അവരെവിടെ എത്തി? കൈലാസത്തിലെത്തി. ഇനി കുമാരസംഭവം നടക്കാൻ പോവാണ്. ശിവപാർവതി പരിണയം നടന്നിട്ട് ഒരുപാട് നാളായി, കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാളായി. ഭഗവാന്റെ മൗനനിഷ്ഠയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഭഗവാൻ മൗനമായി തന്നെ ഇരിക്കുകയാണ്. പാർവതിയും മഹാദേവന്റെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ശ്രീ പാർവതി ദേവിയെ ഗംഗാധരദേവൻ കല്യാണം കഴിച്ചിട്ട് മൗനത്തോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ കുമാരസംഭവം എങ്ങനെ സാക്ഷാത്കരിക്കും? ശൂരപത്മാസുരാദി ദൈത്യന്മാരുടെ അവസാനം വരണ്ടേ? ഈ അസുരന്മാരിങ്ങനെ ഭയങ്കരം ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു അവസാനം വരണം അല്ലെ, ഇവരുടെ അഹങ്കാരത്തിന്. അങ്ങനെ ശൂരപത്മാദി അസുരന്മാരുടെ അവസാനം നടക്കും എന്ന് കരുതിക്കൊണ്ട്
സന്തോഷത്തോടു കൂടി മടങ്ങിയ ദേവന്മാര് ആകപ്പാടെ സംശയത്തിലായി. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി, പക്ഷെ മഹാദേവൻ വീണ്ടും മൗനത്തിലാണ്. കുമാരസംഭവം നടന്നെങ്കിലല്ലേ ഈ അസുരന്മാരെ എല്ലാം വധിക്കാൻ പറ്റൂ, ദേവന്മാർക്ക് സ്വസ്ഥമായി അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ദൈന്യതകൾ അനുഭവിച്ചു പോരുന്ന തങ്ങൾക്ക് ആശ്രയമായിട്ട്, അതായത് ഒരുപാട് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേവന്മാർക്ക് ഒരു ആശ്രയമായിട്ട് വരേണ്ട ശ്രീ പരമേശ്വരൻ യാതൊന്നും അറിയാത്തവനെ പോലെ മൗനത്തോടു കൂടിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും ദേവന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്താണ് മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്നത്? എത്ര കാലം ഇങ്ങനെ ഇരിക്കും? എപ്പോഴാണ് ഈ ശൂരപത്മാദി അസുരന്മാരെ എല്ലാം മഹാദേവൻ ഇവരെല്ലാം വധിക്കാൻ വേണ്ടിയിട്ട് കുമാരനെ ഞങ്ങൾക്ക് തരിക? ഇതായി ദേവന്മാരുടെ സംശയം. കുമാരസംഭവത്തിന് പാർവതീ പരിണയം നടന്നോട്ടെ എന്നാണ് ഈശ്വരൻ കൽപ്പിച്ചിരുന്നത്, അല്ലെ? കുമാരസംഭവം നടക്കണമെങ്കിൽ പാർവതിയെ വിവാഹം ചെയ്യണം. ശരി, പാർവതിയെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് മഹാദേവൻ, വിവാഹവും ചെയ്തു. പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല. മഹാദേവനാണെങ്കിൽ മൗനത്തിലിരിക്കുന്നു. പാർവതീ പരിണയം നടന്നിട്ട് കാലമേറെയായി. ഭഗവാന്റെ മൗനനിഷ്ഠ അങ്ങനെ തുടർന്ന് പോരുകയാണ്. അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരൊക്കെ ഇതേക്കുറിച്ച് ആലോചിച്ച് ആകപ്പാടെ വിഷമിച്ച് ഈശ്വരപ്രീതിക്ക് വേണ്ടിയുള്ള ഉപാധികൾ തേടുന്നതിനായിട്ട് മഹാമേരു പർവ്വതത്തിൽ വന്നു എല്ലാവരും. എന്താണ് മഹാദേവന്റെ തീരുമാനം ഇതറിയാൻ വേണ്ടി എല്ലാവരും മഹാമേരു പർവ്വതത്തിലേക്ക് വന്നു. ചിന്മയാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീ ഗംഗാധരൻ മേന്മേലും തങ്ങളെ പരീക്ഷിച്ചു പോരുന്നതിനുള്ള കാരണം എന്തെന്നറിയുന്നതിനായിരുന്നു ദേവന്മാരുടെ ആലോചനാ വിഷയം. അപ്പൊ മഹാദേവൻ ഇങ്ങനെ ഒന്നും പറയാതെ ഇരിക്കുമ്പോ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താണ് ഇതിന്റെ സാരം? എന്താണ് അർത്ഥം? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സുഖം മാത്രം അനുഭവിച്ച് ശീലിച്ചിട്ടുള്ള ഈ സുരന്മാർക്ക് ദുഃഖം എന്നതൊരു പേടി സ്വപ്നമായി. ദുഃഖം സഹിക്കാൻ സാധിക്കുന്നില്ല സുരന്മാർക്ക്, ദേവന്മാർക്ക്. സുഖം മാത്രമേ അവർ അനുഭവിച്ചിട്ടുള്ളൂ. ദുഃഖം എന്നുള്ളത് അവർക്കൊരു പേടി സ്വപ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് അത് താങ്ങാനുള്ള ശക്തി അവരുടെ മനസ്സിനില്ല. മഹാദേവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. സുഖം അനുഭവിച്ചു പോരുമ്പോൾ അവർ ആ ഒരു ഉന്മാദ ലഹരിയില് ധിക്കാരപരമായിരിക്കുന്ന ദൈവനിന്ദകൾ ചെയ്യുന്ന അവർ ആ ദുഷ്കർമ്മങ്ങളുടെ തിക്തമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അപ്പം മറന്നു പോവാണ്, അല്ലെ? സുഖം മാത്രം അനുഭവിക്കുമ്പോൾ മനുഷ്യനായാലും ദേവനായാലും അവർ ആലോചിക്കണം, തിരിച്ച് ഇതിനൊരു ദുഃഖത്തിന്റെ സമയം വരുന്നുണ്ട് എന്നുള്ളത്. സുഖം അനുഭവിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അവരറിയുന്നില്ല നാളെ ഇതിന്റെ ഒരു മറുവശം നമ്മൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. ആലോചിക്കണം. നമുക്ക് എവിടെ എന്തൊരു സ്വാതന്ത്ര്യം കിട്ടിയാലും ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് അത്രയും സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു കഴിഞ്ഞാൽ അവരത് പരിധിയും കഴിഞ്ഞിട്ട് മിസ്യൂസ് ചെയ്യും. അത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരിക്കൽ ആ സുഖമെല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ സഹായം, ആ സുഖം, ആ സ്നേഹം, ആ ഫ്രീഡം ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് എന്ത് നന്മ കിട്ടിക്കഴിഞ്ഞാലും ആ നന്മയെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഒരാൾക്ക് സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ നൽകി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എപ്പോഴും ആ സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും ഒരു ബഹുമാനം കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നമ്മുടേതാണ് എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരിക്കൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ആ നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നത്. പക്ഷെ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം അത് അകന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ, അല്ലെ? അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? സുഖത്തിൽ അമിതമായി സന്തോഷിക്കുകയും ചെയ്യരുത്, ദുഃഖത്തിൽ അമിതമായി വേദനിക്കുകയും ചെയ്യരുത്. ഇവിടെ ദേവന്മാര് മറന്നുപോയി. സുഖം വന്നപ്പോ അവരെല്ലാം മറന്നുപോയി. അവർ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യാൻ തുടങ്ങി. കർമ്മഫലങ്ങളാണ് അവർ അനുഭവിക്കേണ്ടതായിട്ടെന്ന് വരുന്നെന്നുള്ള കാര്യം അവർ മറന്നുപോയി. ദുരിതം അനുഭവിക്കണം എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കാതെ ദ്രുതമായിരിക്കുന്ന മോചനം കാംക്ഷിക്കുന്ന ദേവന്മാർ അതിനായി സാധാരണ ജനങ്ങളെ പോലെ പല എളുപ്പ വഴികളും തെരഞ്ഞെടുത്തു. എന്ത് ചെയ്താലും അതിന്റെ കർമ്മഫലം അനുഭവിക്കണം എന്നുള്ള കാര്യം ദേവന്മാർ മറന്നുപോയി. അവരെ എന്ത് കാര്യം നടക്കാൻ വേണ്ടിയും എളുപ്പം വഴികൾ ആലോചിക്കാൻ തുടങ്ങി. ഈ എളുപ്പം വഴികളാണ് മഹാദേവന്റെ അടുത്തേക്ക് ഈ കാമദേവനെ അയക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവന്മാർ എത്തിയത്. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു, അല്ലെ? അപ്പൊ ഇപ്പൊ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കർമ്മഫലമാണ്.
അവയെല്ലാം പരാജയപ്പെടുമ്പോൾ ഈശ്വരൻ തങ്ങളെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ചിന്ത പോലും അവർക്കുള്ളിലുണ്ടായി. അസുരന്മാർ ഇവരെ വല്ലാതെ വേദനിപ്പിച്ചു തുടങ്ങിയപ്പം ഇവരാലോചിക്കുകയാണ്, മഹാദേവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളുടെ ആവശ്യാനുസരണം മഹാദേവൻ കല്യാണമൊക്കെ കഴിച്ച്, പക്ഷെ ഒരു കാരണവശാലും ഞങ്ങളുടെ ദുഃഖം തീർന്നിട്ടില്ല. ഇനി കുമാരസംഭവം ഉണ്ടാവണം. പക്ഷെ ഇവിടെ മഹാദേവൻ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഉപേക്ഷിച്ചോ മഹാദേവൻ എന്ന് പോലും അവരുടെ ഉള്ളിൽ ചിന്ത വന്നു തുടങ്ങി. ഉദാഹരണമായിട്ട് ഒരമ്മയ്ക്ക് 4 ആൺകുട്ടികൾ ഉണ്ടെന്ന് കരുതാം. ആരോഗ്യവാനായിരിക്കുന്ന മൂത്ത മകന് സമ്പുഷ്ടമായ ആഹാരം ആ അമ്മ നൽകുമ്പോ രോഗിയായ തന്റെ 2ാമത്തെ മകന് കഞ്ഞി പോലെയുള്ള ലഘു ആഹാരങ്ങളാണ് നൽകുന്നത്, അല്ലെ? പിത്തരോഗിയായ 3ാമത്തെ മകന് അമ്മ എന്ത് ചെയ്യും? ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം നൽകും. പിന്നെയോ പിത്തരോഗിയായിരിക്കുന്ന 3ാമത്തെ മകന് ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം നൽകുന്ന ആ അമ്മ ശൂലരോഗിയായ തന്റെ ഏറ്റവും താഴെയുള്ള മകന് ദിവസങ്ങളോളം ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുകയാണ്. ഈ അമ്മയ്ക്ക് 4 മക്കളുണ്ട്. ഒരമ്മയ്ക്ക് ഒരു ഉദാഹരണം പറയണം. ആ അമ്മയുടെ 4 മക്കളും 4 സാഹചര്യത്തിലാണ്. ആരോഗ്യവാനായ മകന് നിറയെ നല്ല ഭക്ഷണം കൊടുക്കും. 2ാമത്തെ മകൻ എന്താണ്, കുറച്ച് എന്താ പറയാ, സുഖമില്ലാന്നാണെങ്കിൽ കുറച്ച് കഞ്ഞി പോലെയുള്ളത് കൊടുക്കും. 3ാമത്തെ മകന് ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കൊടുക്കും. 4ാമത്തെ മകൻ എന്താ കൊടുക്കുന്നത്? ഭക്ഷണം ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ 4 അവസ്ഥകളിലൂടെ ഒരു അമ്മയുടെ 4 മക്കൾ കടന്നു പോവാണ്. ഇപ്രകാരം ആ മാതാവ് ചെയ്യേണ്ടി വരുന്ന കാരണം എന്ന് പറയുകയാണെങ്കിൽ തന്റെ മക്കളോടുള്ള പക്ഷഭേദ മനോഭാവം കൊണ്ടല്ല, പിന്നെയോ മക്കളുടെ സംരക്ഷണവും അവരുടെ രോഗനിലയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വവും അവരുടെ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയതും കൊണ്ടാണ് ആ അമ്മ അങ്ങനെ പെരുമാറുന്നത്, അല്ലെ? ആ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അമ്മ 4 മക്കളോടും 4 രീതിയിൽ പെരുമാറുന്നതല്ല. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മളോട് പെരുമാറുന്നത്. ഈശ്വരനും എന്താ ചെയ്യുന്നത്? ഈശ്വരൻ സർവചരാചര രക്ഷകനാണ്. ഈ ലോകത്തിൽ നിന്നല്ല, ഏത് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നത്. പക്ഷെ നമ്മളുടെ കയ്യിലിരിപ്പാണ് ഭഗവാൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവുന്നത്. നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ അവർ നന്നായി ജീവിക്കുന്നു, അവർ ഈശ്വരനെ പോലും വിചാരിക്കുന്നില്ല. ഇപ്പുറത്തവൻ നോക്കുമ്പോഴോ അവൻ ഭയങ്കര ദുരിതത്തിൽപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവനെ സഹായിക്കാൻ ആളുണ്ട്, അവൻ ആർക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ. നമ്മളാണെങ്കിലോ എല്ലാം ചെയ്തിട്ടും നമ്മൾ ദുരിതത്തിൽപ്പെടുന്നു. ഇങ്ങനെ പല 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 വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മ ഫലങ്ങൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് ഈശ്വരൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം ഉണ്ടാവുന്നത്. അല്ലാതെ ഈശ്വരൻ ആരോടും പക്ഷഭേദമില്ല എന്ന് തിരിച്ചറിയാം. ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ, അല്ലെ? നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഭഗവാൻ നടത്തി തരും. പക്ഷെ നമ്മളുടെ രീതികളും കൂടി, ജീവിത രീതികളും കൂടി അതിന് തുല്യമായതായിരിക്കണം. അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. ദൈവനീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനുള്ളത് ഭഗവാൻ നമ്മൾക്ക് നൽകും. നമ്മൾ നല്ലത് ചെയ്തു നോക്കൂ, ഭഗവാൻ നമുക്ക് നല്ലത് നൽകും. നമ്മൾ ചീത്ത ചെയ്തു നോക്കൂ, ഭഗവാൻ നമുക്ക് ചീത്തയും നൽകും. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്യുന്നത് പോലിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തം പശ്ചാത്തപ രൂപത്തിലും ഭക്തിഭാവത്തിലും കൂടി ദൂരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പാപവിമോചനം സിദ്ധിക്കുന്നു. നമ്മൾ ചെയ്തു പോയ ഓരോ തെറ്റുകളും ഭക്തിയുടെ രൂപത്തിലും പശ്ചാത്തപിച്ചും നമ്മൾ തീർക്കുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഈശ്വരൻ തന്നെ മാറ്റിത്തരും. സമാധാനം, സുഖം, തൃപ്തി, അങ്ങനെയുള്ള സദ്ഗുണങ്ങളെല്ലാം നമുക്ക് വരും. നമ്മളുടെ ജീവിതത്തിന്റെ രീതിയും ഭാവവും ഒന്ന് മാറ്റിയാൽ മതി. അരജനെന്ന് കൊല്ലുമെന്നും ദൈവം നിന്നു കൊല്ലുമെന്നും അഭിജ്ഞർ ചെയ്തിരിക്കുന്നതും ഇതിന് തെളിവാണ്. കാരണം എന്താണ്? നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചിന്തിച്ച് ചെയ്യണം. നമ്മളൊരു വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്ക് നമ്മൾ 100 വട്ടം ചിന്തിക്കണം. നമ്മളൊരു പന്ത് അങ്ങോട്ട് എറിഞ്ഞാൽ അതിന്റെ ഡബിൾ ഫോഴ്സിൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും, ഇല്ലേ? ഒരു ചുമരിലേക്ക് ഒരു റബ്ബർ പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എറിയുന്ന ശക്തിയേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ കിട്ടിയ പോലെ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മൾ ഏത് ബന്ധത്തിലും ഒരു മൂല്യം കാണണം. ഏത് ബന്ധത്തിലും നമ്മളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. എപ്പോഴും ആ ഒരു എന്താ പറയാ, നമ്മള് മറ്റൊരാൾക്കൊരു സമാധാനമായി മാറുന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കണം. ഇപ്പൊ മഞ്ചേരീസിന് പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവരോട് റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും അവരെന്നെ വിളിക്കില്ല. പലരും പറയും, മാതാജി വിളിച്ചാൽ ഒരു സമാധാനമാണ്, വിളിച്ച് കിട്ടിയാൽ, കാരണം എനിക്കിവിടെ ജോലിയുണ്ട്. അപ്പൊ ഞാൻ ജോലിക്ക് പോയാലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. അപ്പൊ ജോലി ഇല്ല, വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ കോൾസും ഞാൻ എടുക്കാറുണ്ട്, പലർക്കും അറിയാം. അപ്പൊ അവര് പറയും, മാതാജി ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളാണെങ്കിലും വിളിച്ചു കിട്ടിയാൽ ഒരു സമാധാനമാണ്. അപ്പോ എന്താന്ന് വെച്ചാല് നമ്മൾ അവരോട് ഇടപെടുന്ന രീതിയാണ്, മനസ്സിലായില്ലേ?
പക്ഷേ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഇടപെടുമ്പോഴേ അവർക്ക് നമ്മളെ വിളിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഇതേ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്, അവരെ വിഷമിപ്പിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, കാരണം ഒരുപാട് തെറ്റ് ചെയ്തിട്ടും ആളുകൾ നമ്മളെ വിളിക്കും, അവരൊക്കെ നമ്മളോട് അത് തുറന്നു പറയും, മാതാജി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇതുപോലൊക്കെ ചെയ്തു പോയി. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അവരോട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവര് വിചാരിക്കും ഓക്കെ, കാര്യം മാതാജിക്ക് മനസ്സിലായി എന്ന് മനസ്സിലാവും, ഇല്ലേ? അതർവൈസ് ഞാൻ അവരെ ആ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിലോ, കടിച്ചതിനേക്കാളും വലിയത് മാളത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥ, അവർക്ക് മനസ്സമാധാനം കിട്ടില്ല. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണത്തിനും ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്യരുത്. കാരണം അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങളുണ്ട്, ഇല്ലേ? പല സാഹചര്യങ്ങളുണ്ട്, പല സാഹചര്യത്തിലും പലരും പല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് 1000 കാര്യങ്ങൾ, 1000 തിരക്കുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാത്തിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് കണ്ണുകൾ അടച്ച് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ആരോടും പറയാൻ പറ്റാത്തതെല്ലാം ഭഗവാനോട് പറയാം. കാരണം ഈശ്വരൻ എല്ലാം അറിയുന്നുണ്ട്. ഈശ്വരൻ അറിയാതെ നമ്മൾ ഒരു വഴിക്കും സഞ്ചരിക്കുന്നില്ല, അല്ലെ? സാറില്ല ചന്ദ്രികാമ്മ, എങ്ങനെയുണ്ട്? ബാക്ക് പെയിൻ ഒക്കെ കുറഞ്ഞോ? നടുവേദനയൊക്കെ കുറഞ്ഞോ അമ്മയ്ക്ക്? ഓക്കെ ആണോ ഇപ്പം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിലേ നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റും, അല്ലെ? ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, നിന്നിൽ പാപം ചെയ്യാത്തവനുണ്ടെങ്കിൽ കല്ലെടുത്തെറിയാൻ ഒരാളുടെ കയ്യിലും കല്ല് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഈ ലോകത്തിൽ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തില് തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇടപെടുമ്പോഴാണ് ആ ഒരു ബന്ധത്തിന് ഊഷ്മളത ഉണ്ടാവുന്നത്. എപ്പോഴും ബന്ധങ്ങൾ എന്താവണം, ബന്ധനങ്ങളാവാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? ബന്ധങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം. സുതാര്യമായിരിക്കുന്ന ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം ഏത് ബന്ധങ്ങളാണെങ്കിലും. ഇപ്പോ എനിക്ക് എൻ്റെ ഇവിടെ, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഇവിടെ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എങ്ങനെയും ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഞാൻ ജിമ്മിലെത്തും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ എത്തും. ഇനി ഷൂട്ടിന് പോണ വഴിയാണെങ്കിലും കൂടി ഞാനൊന്ന് അവിടെ കയറിയിട്ട് പോകും. കാരണം എന്താണെന്ന് പറയാം, അവിടെ ചെന്ന് ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു കഴിയുമ്പം ഉള്ളു തുറന്ന് നമുക്ക് ചിരിക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെയും അവരെന്താ പറയാ, പോട്ടെ വിട്ടുകളേ, ഓ അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യമാണോ, അതിനിപ്പോ അടുത്ത് എന്ത് ചെയ്യാൻ നോക്കാം എന്നാണ് അവര് പറയാ. അപ്പൊ അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു ധൈര്യവും ഒരു ആശ്വാസമാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്. ചിലപ്പം നമ്മളെ പോലെ എന്താ പറയാ, എല്ലാവരും ഒരേ രീതിയിൽ വരുന്ന ആളുകളായിരിക്കില്ല. അവരും ഞാനൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിലും ഒരേ മൈൻഡ് വൈബ്രേഷനാണ്. അവരുടെ ഭാഗത്തും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുമ്പം ഓ ഒന്ന് പോട്ടടാ, വിട്ടുകളാ, പിന്നെ നോക്കാം, എന്തേലാട്ടെ, അതിപ്പോ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കാരണം ചെറിയ ജീവിതമാണ് നമ്മുടേത്. നമ്മൾ എത്ര ദിവസം ഉണ്ടാവും? ഇന്നലെ ഉറങ്ങാൻ കിടന്ന് ഇന്ന് രാവിലെ എഴുന്നേക്കാത്ത പല ആളുകളുടെ ഫോട്ടോയും നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ കാണുന്നുണ്ട്. ആ ചെറിയ ജീവിതത്തില് പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ മറ്റുള്ളവർക്ക് തോന്നണം, ഇപ്പം എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നണം, ആ രീതിയിൽ ഞാൻ നിങ്ങളോട് ബിഹേവ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയിരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടും എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ആ സ്ഥലം അവരെന്നെ കുറ്റപ്പെടുത്താത്തൊരു സ്ഥലമായിരിക്കണം. എന്നെ കുറ്റപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങള് കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടെ പുറത്തു പോയപ്പോഴത്തേക്കും എനിക്ക് ഡബിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എപ്പോഴും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, എനിക്കിങ്ങനെ ഒരു വർക്ക് ഉണ്ട്, അപ്പൊ ഞാൻ നാളെ എന്തായാലും എത്താൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന്റെ എല്ലാം സ്റ്റാറ്റസിൽ ഇവരെല്ലാം കൂടെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നു, സിനിമയൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ പിറ്റേ ദിവസം ചെന്നപ്പോ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പുറത്ത് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ പോയിട്ട്? അപ്പൊ അവരെന്നോട് ചോദിച്ചു, എടാ നിനക്ക് സങ്കടമായോ? ഞാൻ പറയാം എന്തിനാ, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അല്ല ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താടാ, പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, പിന്നെ അല്ല ഇനിയിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ പുറത്തൊന്നും ഫുഡ് കഴിക്കില്ലേ, ഞാൻ വരുന്നത് വേസ്റ്റ് ആടാ, തൈരും ചോറും തിന്നണ്ട വരും എന്ന് പറഞ്ഞു. അല്ല എന്നാലും പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഒന്ന് പോപ്പാ, അതിലൊന്നും കാര്യമില്ല. അപ്പൊ നാളെ ഞങ്ങൾ ലഞ്ച് എന്ത് ചെയ്ത് ജിമ്മിലാക്കി, എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഓരോരോ ഫുഡ് കൊണ്ടുവരാ. കാരണം ഞാൻ പുറത്തു പോയി കഴിക്കുന്നത് അത്രയ്ക്ക് അങ്ങ് കഴിക്കില്ല, അത്രയും വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും, ചിലപ്പോൾ പെട്ടുപോയാലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ നാളെ എല്ലാവരും ഫുഡ് കൊണ്ടുവന്ന് ജിമ്മിൽ വെച്ച് കഴിക്കാം. അപ്പൊ അവിടെ അത് ബാലൻസ് ചെയ്ത് പോവാണ്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല നമുക്ക്, മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ എന്ത് ചെയ്യണം? ഈ സൂചിയും നൂലും പിടിച്ച പോലുള്ള ജീവിതത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറുക. നമ്മുടെ ചിന്താഗതികളെ മാറ്റിമറിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണണം. അല്ലാണ്ട് നമ്മളെപ്പോഴും നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്തകൾ. ഞാനൊക്കെ ഒരാള് വാ തുറന്ന് നെഗറ്റീവാണ് കൊണ്ടുവരുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ഞാൻ നിൽക്കില്ല. എങ്ങനെയും അവിടുന്ന് സ്കൂട്ടാവും. കാരണം എന്താ അറിയോ, എനിക്കിഷ്ടം ചിരിക്കാനാണ്. പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പക്ഷെ എനിക്കിഷ്ടം ഉള്ള സമയം സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥമായിരിക്കാനാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയണം. കിടക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അല്ലാണ്ട് ഈ കുറുകുറു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതാരായാലും ഞാൻ ആ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു മാറും. ആ ഭാഗത്തേക്കേ ഞാൻ എൻ്റെ മൈൻഡ് കൊടുക്കില്ല. കാരണം എന്താ പറയുക, ആ നെഗറ്റീവ് എല്ലാം നമ്മുടെ ഫുൾ ലൈഫിലും നമുക്ക് റിഫ്ലക്റ്റ് ആവും. എൻ്റെ വീട്ടിൽ തന്നെ പോയാൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മനോടും പറയാറുണ്ട്, ചുമ്മാ ഇങ്ങനെ കുണുകുണു പറയരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കും വിഷമിക്കാത്ത രീതിയിൽ ക്ലിയറായിട്ട് പറഞ്ഞു തീർക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമാധാനത്തോടെ പറയുക, അതവിടെ തീർക്കുക. വീണ്ടും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുത്തിടരുത്. ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ജീവിച്ചു പോവുക. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പരാതികൾ ഉണ്ടാവില്ല. നമ്മളടുത്ത് ഒരാൾ വരാൻ അവർക്ക് ഇഷ്ടം തോന്നണം. കാരണം എന്താ, ഇവിടെ വന്നാൽ സമാധാനം കിട്ടും, അവരോട് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും, നമ്മളെ മനസ്സിലാക്കും പൂർണ്ണമായി എന്ന് തോന്നുന്നിടത്താണ് നമുക്ക് മനസമാധാനം കിട്ടുക, അല്ലെ? അല്ലാണ്ട് അതെല്ലാം തോണ്ടിയെടുത്ത് കുറ്റം പറഞ്ഞ് വിഷമിപ്പിക്കുന്നിടത്ത് നമ്മൾ ആരും നിൽക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് നിൽക്കില്ല. അതെത്ര വലിയ ബന്ധങ്ങളാണെങ്കിലും ടാറ്റാ ബൈ ബൈ അടിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകും. അങ്ങനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് നടക്കുക? കൃത്യമായിട്ട് എന്ത് നടക്കുക? എന്ത് നടക്കുക? ജപം നടക്കുക. നമ്മുടെ മനസ്സ് ഫ്രീ ആയാലാണ് നമുക്ക് ജപിക്കാൻ സാധിക്കുക. ജപിക്കാൻ സാധിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഏകാഗ്രത കിട്ടുക. മനസ്സിൽ ഒരുപാട് ഭാരം തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത കിട്ടില്ല. ഏകാഗ്രത ഇല്ലെങ്കിൽ നമുക്ക് ജപിക്കാൻ പറ്റില്ല. ജപിക്കാൻ പറ്റില്ലേ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ പറ്റില്ല. ഈശ്വരനോട് അടുക്കാൻ പറ്റില്ലേ നമ്മളുടെ ലൈഫിൽ വയലൻസ് ആണ് സംഭവിക്കുന്നത്. നമ്മൾ പറയാൻ പാടില്ലാത്തത് പറയും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും, ഇറിറ്റേറ്റഡ് ആവും, നമ്മള് വയലൻസ് ആയിരിക്കുന്ന ഒരു മൈൻഡിലേക്ക് പോവും. അതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കും? ഫുൾ നെഗറ്റീവാണ് നമ്മളിലേക്ക് കയറി വരിക. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ബേസ്മെന്റ് നെഗറ്റീവ് എന്താണോ ആ നെഗറ്റീവിൽ നിന്ന് പിന്മാറുക. അതെന്തുമായിക്കോട്ടെ, എവിടെയുമായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, ആ നെഗറ്റീവിൽ നിന്ന് പിന്മാറുക. സാക്ഷാൽ ഈശ്വരന്റെ അടുത്തേക്ക് നോക്കുക. അത് കംപ്ലീറ്റ് പോസിറ്റീവാണ്. ഇപ്പൊ എനിക്ക് എന്റെ മൈൻഡ് അപ്സെറ്റ് ആണെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് വേണ്ട, ആകെ പാടം മൈൻഡ് അപ്സെറ്റ് ആയി എന്ന് വിചാരിക്കും, ഇല്ലേ? എൻ്റെ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാവും, ക്ലാസ് എടുക്കാനും പറ്റും. എല്ലാത്തിൻ്റെയും ആധാരം ക്ലാസ് ആണ്, അല്ലെ? അപ്പൊ ആ ക്ലാസ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുക. എൻ്റെ മൈൻഡിലേക്ക് നെഗറ്റീവ് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിലും പോയി ഞാൻ തലവെക്കാതിരിക്കുക. അതായിരിക്കണം നമുക്ക് ഹാപ്പിനെസ് തരുന്നത്, അല്ലെ? ഞാൻ പോസിറ്റീവ് ആയിരുന്നാലാണ് നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നല്ല സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുക. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ദേവന്മാർക്ക് സുഖസൗകര്യങ്ങൾ കൂടിയപ്പം ഓക്കെ, സുഖസൗകര്യങ്ങൾ കൂടിയപ്പം ദേവന്മാരെല്ലാം മറന്നുപോയി. അവരെന്താ ചെയ്തത്? അവര് ഈസി വേ കണ്ടെത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണല്ലോ കാമദേവനെ കൈലാസാദ്രിയിലേക്ക് പറഞ്ഞു വിട്ടത്. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? ഏറ്റവും വലിയ ദുരന്തങ്ങളായിരുന്നു. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അങ്ങനെയുള്ള ദുരന്തം വരുത്തി വെച്ചതിന്റെ ഫലമാണ്
ശൂരപത്മാസുരാദികളുടെ കയ്യിൽ നിന്നും ഇന്ന് ദേവന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഈ കർമ്മഫലം അനുഭവിക്കുമ്പോഴും ഇവിടെ സാക്ഷാൽ മഹാദേവൻ നിശ്ചലനായി മൂകനായി ഇരിക്കുകയാണ്. ദേവന്മാർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലും നിൽക്കുന്നു. നമ്മളിൽ പലരും ഈ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പല തെറ്റുകളുടെയും പരിണിത ഫലം നമ്മളിങ്ങനെ ഈശ്വരൻ പോലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നറിയാത്ത അവസ്ഥയിൽ നമ്മളും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ദേവന്മാരുടെ അനുഭവങ്ങളും ഇപ്രകാരം തന്നെയായിരുന്നു. ഉദാസീനത കൊണ്ടും സൗഭാഗ്യങ്ങൾ സിദ്ധിച്ചതിലുള്ള അഹങ്കാരം കൊണ്ടും ദേവന്മാർ വഴിതെറ്റി സഞ്ചരിച്ചു. എല്ലാം ലഭിച്ചപ്പോൾ അവര് വഴിതെറ്റി സഞ്ചരിച്ചു. ദൈവശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. പാപഭാരം കുറയുമ്പോൾ കർമ്മഫലങ്ങളെല്ലാം മാറിയിട്ട് വീണ്ടും സമാധാനത്തിലേക്ക് അവരുടെ ജീവിതം കടന്നു വരും. കുമാരസംഭവത്തിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈശ്വര പ്രീതി നേടുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അവര് പഠിച്ചു, ഈസി വഴിയിലൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ചെയ്യാൻ സാധിക്കൂ. ദേവന്മാരിൽ ഭൂരിപക്ഷവും ആളുകളും മഹാമേരു പർവ്വതത്തിൽ വന്നിരിക്കുന്ന അവർക്ക് എളുപ്പത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഒരുപാട് ആളുകൾ എവിടെ എത്തി? മഹാമേരു പർവ്വതത്തിലെത്തി. പക്ഷെ എല്ലാവരും മൂകരാണ്. അവർക്കൊരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ആർക്കും വരാൻ പറ്റുന്നില്ല. സർവേശ്വര സംപ്രീതി, ഭഗവാന്റെ ആ ഒരു ഇഷ്ടം, കരുണ എങ്ങനെയാണ് ലഭിക്കുക എന്നറിയാതെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. സൃഷ്ടികർത്താവായിരിക്കുന്ന വിരഞ്ജൻ തന്റേതായ അഭിപ്രായമൊന്ന് ദേവസഭയിൽ അവതരിപ്പിച്ചു. ആരാണ്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ പറഞ്ഞു, വിരഞ്ജൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായ വിരിഞ്ചൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മദേവൻ പറഞ്ഞു, ദുഷ്ടരിൽ ദുഷ്ടന്മാരായ ശൂരപത്മ സഹോദരന്മാർക്ക് ഈശ്വരൻ ഇഷ്ടവരപ്രസാദങ്ങൾ പ്രദാനം ചെയ്യുക വഴി നാം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. ഈശ്വരൻ ശൂരപത്മനു നൽകിയ വരഫലം കൊണ്ട് അല്ലൽപ്പെടേണ്ടതായി വന്നിരിക്കുന്ന നമ്മെ ആ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതും ഭഗവാൻ തന്നെയാണ്. അതായത് മഹാദേവൻ ശൂരപത്മാസുരന് ഒരുപാട് വരങ്ങൾ നൽകി, അയാൾ ഇഷ്ടപ്പെട്ട വരങ്ങൾ നൽകി. അതിന്റെ ദുരിതമെല്ലാം അനുഭവിക്കുന്നത് നമ്മളാണ്. നമ്മളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അരയാൽ വൃക്ഷച്ചുവട്ടിൽ ചിന്മുദ്രാധാരിയായിരിക്കുന്ന ശങ്കരൻ നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് സംപ്രീതനായി പാർവതി പരിണയത്തിൽ കൂടി കുമാരൻ ജനിക്കുമെന്നും അസുരനെ നിഗ്രഹിച്ചരുളുമെന്നും നമ്മെ അനുഗ്രഹിച്ചതാണ്, അല്ലെ? അരയാൽ മരത്തിന്റെ ചുവട്ടിലെ ചിന്മുദ്രാധാരിയായി ചിന്മുദ്രയോടുകൂടി ഇരുന്ന മഹാദേവൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് പാർവതി പരിണയം നടത്തുമെന്ന്. പാർവതി ദേവിയെ കല്യാണവും കഴിച്ച് കുമാരസംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുമാരസംഭവത്തിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുമെന്നും ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഗംഗാധരൻ ഉമാദേവിയെ പരിണയം കഴിച്ചിട്ട് വർഷങ്ങൾ പലതും കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും ശിവപാർവതിമാർ നിഷ്ഠാവലംബരായി കഴിയുകയാണ്. താങ്ക് യു അമർ. എന്നിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാദേവനും ഇങ്ങനെ നിഷ്ഠയോടുകൂടി തപസ് അനുഷ്ഠിക്കുകയാണ്. ആ മോഹന നിദ്രയിൽ നിന്ന് ഈശ്വരനെ മോചിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രമേ ആശ്രയമായുള്ളൂ. ബ്രഹ്മദേവൻ പറഞ്ഞു, ആ നിദ്രയിൽ നിന്ന് ഭഗവാനെ ഉണർത്തണമെങ്കിൽ ഒരു വഴിയുള്ളൂ, പ്രാർത്ഥിക്കുക. അതിനു മുമ്പായി ശ്രീ പരമേശ്വരൻ സ്ഥിതിവിശേഷ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിനായി ആരെയെങ്കിലും നിയോഗിക്കേണ്ടതായിരിക്കുന്നു. മഹാദേവന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ നിയോഗിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ആയതിന് കരുത്തും കഴിവുള്ള ദേവനുമായി നാം കാണുന്നത് വായുദേവനെയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, മഹാദേവന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അറിയണമെങ്കിൽ വായുദേവനെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ വായുദേവൻ പറഞ്ഞു, ഹരഹര മഹാദേവ, വേണ്ട പ്രഭു, കാമനു സംഭവിച്ച അതേ അനുഭവം എനിക്കും സംഭവിക്കട്ടെ എന്ന് അങ്ങ് കരുതുന്നെങ്കിൽ എന്റെ ശക്തിയും ആവശ്യവും ത്രിലോകവാസികൾക്ക് ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശപിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല ബ്രഹ്മദേവ, കാമദേവൻ എന്ത് സംഭവിച്ചോ അത് തന്നെ എനിക്കും സംഭവിക്കും. അതിനേക്കാൾ നല്ലത് ഈ വായുദേവനായിരിക്കുന്ന എന്റെ ശക്തിയും എന്റെ കഴിവും ഒക്കെ ഈ 3 ലോകത്തിലുള്ളവർക്കും ലഭിക്കാതെ പോകട്ടെ എന്ന് അങ്ങനെ ശപിച്ചോളൂ. ഇതിലും നല്ലത് അതായിരിക്കും. ഞാൻ മഹാദേവന്റെ അടുത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, അനില, നീ നിന്റെ ശക്തി മറന്നു പോവാണ്. ആദികാലത്തിൽ നിനക്കും ആദിശേഷനും പകയുണ്ടായതും അതിന്റെ ഫലമായി ആദിശേഷൻ അധീനപ്പെടുത്തിയിരുന്ന മഹാമേരു ശൃംഗങ്ങളെ പ്രചണ്ഡമായ നിന്റെ ആവേശത്താൽ ചുറ്റിപ്പിഴഞ്ഞെറിഞ്ഞെടുത്ത് സമുദ്രത്തിലെറിഞ്ഞ കഥ നീ മറന്നുപോയോ? പക്ഷെ ഇപ്പോ നിന്നെ നാം നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ശക്തി പരീക്ഷണത്തിന് വേണ്ടിയിട്ടല്ല.
എപ്രകാരമെങ്കിലും കൈലാസാദ്രിയെ പ്രാപിച്ച് തപോമണ്ഡലത്തിൽ ശിവപാർവതിമാർ എപ്രകാരം സ്ഥിതി ചെയ്ത് അരുളിപ്പോരുന്നു എന്ന് അറിയാനുള്ള സത്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നീ ഒരിക്കലും അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഞാൻ നിന്നെ ഇപ്പൊ നിയോഗിക്കുന്നത്. അപ്പൊ വായുദേവൻ പറഞ്ഞു, ബ്രഹ്മദേവ, കൈലാസാദ്രി എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം ഇങ്ങനെ കിടിലം കൊള്ളുകയാണ്. കൈലാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്ക് എന്റെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. കാവൽ ദേവനായ നന്ദികേശ്വരനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിറക്കുകയാണ്. പിന്നെ ദേവദേവനായ ശ്രീ പരമേശ്വരനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ബ്രഹ്മദേവ. കൈലാസാദ്രി എന്ന് കേട്ടാ പേടിയാണ്, നന്ദികേശ്വരൻ എന്ന് കേട്ടാ പേടിയാണ്, പിന്നെ മഹാദേവനെ കുറിച്ച് ഞാൻ പറയണോ? അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, മാരുത, എപ്പോഴും എവിടെയും ഇഷ്ടാനുസാരണം പ്രവേശിക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. ചോദിച്ചത് എന്തും നൽകുന്ന ദാനശീലരും യുദ്ധക്കളത്തിൽ അടരാടുന്ന ധീരന്മാരും അവരുടെ ജീവന് പോലും ഹാനി സംഭവിക്കാമെന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ കടമകളിൽ നിന്ന് അവരൊരിക്കലും പിൻവാങ്ങാറില്ല. അതുപോലെ പ്രാണഭയത്താൽ അനുദിനം ഞെട്ടി വിറച്ചു ജീവിച്ചു പോരുന്ന ഞങ്ങൾക്ക് വേണ്ടിയും നീ പോകേണ്ടതാണ്. അത് നിന്റെ ധർമ്മമാണ് അനില. യുദ്ധക്കളത്തിലേക്ക് നോക്കൂ, അവര് മരിച്ചു പോകുന്ന അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നു? പോരാടുന്നു. അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറുന്നില്ല. അവരെക്കാൾ ഏറെ ഭയത്തിലാണ് ഞങ്ങൾ ദേവന്മാർ ജീവിക്കുന്നത്. അതിലൊരാളാണ് നീ. ഞങ്ങളെ രക്ഷിക്കേണ്ട കടമ നിനക്കുണ്ട് അനില എന്ന് പറഞ്ഞു. വായുദേവന്റെ ശക്തിയെ ബ്രഹ്മദേവൻ എത്ര പുകഴ്ത്തി പറഞ്ഞിട്ടും അതിലുപരിയായി ബ്രഹ്മദേവന്റെ വാക്കുകളിൽ ധ്വനിച്ചു നിന്നിരുന്നത്, അതായത് അത്രയും ഉയർന്നു നിന്നിരുന്നത് ആജ്ഞയും ശാപവും എന്ന ഭീഷണിയായിരുന്നു. ഇത് തന്നെയാണ് കാമദേവന്റെ അടുത്തും ബ്രഹ്മദേവൻ ചെയ്തത്. ഒരുപാട് ബ്രഹ്മദേവൻ പറഞ്ഞു വായുദേവന്റെ ശക്തിയെ കുറിച്ച്. ബിന്ദോമേ, ഫാൻ പറഞ്ഞു. ഒരുപാട് പറഞ്ഞു, എന്താ സംശയം? പക്ഷേ അതിലെല്ലാം ശാപമാണ്, പേടിയാണ് അനിലന്. കാരണം എന്താ, ശക്തിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞാനിത് ചെയ്യാത്ത പക്ഷം ഒരു ശാപം കിട്ടുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ട്? ഈ വായുദേവനുണ്ട്. ഇഷ്ടമല്ലാതിരുന്നിട്ടും ശിവനിന്ദ ചെയ്യേണ്ട കാര്യത്തിൽ മാരുതൻ നിർബന്ധിതനാവാണ്. തീരെ ഈ വായുദേവൻ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, പോകാൻ ഇഷ്ടമില്ല. പക്ഷെ ബ്രഹ്മദേവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പോകാതിരിക്കാനും വയ്യ. തന്റെ വിധി വൈഭീര്യത്തെ കുറിച്ച് ഓർത്ത് വായുദേവൻ ദുഃഖിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ എങ്ങനെ പോകാതിരിക്കും? പോയാൽ അവിടെ തീരും, പോയില്ലെങ്കിൽ ഇവിടെ തീരും. ബ്രഹ്മദേവന്റെ അടുത്ത് എന്തും സംഭവിച്ചു കൊള്ളട്ടെ, സഹിക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വായുദേവൻ നേരെ കൈലാസത്തിലേക്ക് പോവാണ്. കൈലാസത്തിന്റെ താഴ്വരകളിൽ ഇങ്ങനെ പുളച്ചൊഴുകുന്ന പുണ്യ നദികളിലൊക്കെ പോയി വായുദേവൻ നീരാടി കുളിച്ചു. സുഗന്ധ കുസുമങ്ങളെ തഴുകി വാസനാനിരതമായി, വായുദേവൻ കാറ്റാണല്ലോ, അപ്പൊ സുഗന്ധമായിരിക്കുന്ന പുഷ്പങ്ങളെയൊക്കെ തഴുകി വായുദേവൻ എന്ത് ചെയ്തു? ഭയാശങ്കകളോടെ, നല്ല പേടിയുണ്ട്, വിഷമമുണ്ട്, സംശയമുണ്ട്, അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി. കണ്ണും കരുത്തുമായി ശ്രീ ശിവശങ്കര ശങ്കരിമാർക്ക് കൈലാസാദ്രി കവാടത്തിൽ കാവൽ നിൽക്കാൻ ആര്? നന്ദികേശ്വര സ്വാമി. അവിടെ കൈലാസാദ്രിയിൽ ഇങ്ങനെ കാവൽ നിൽക്കണം നന്ദികേശ്വരൻ. മഹാദേവനും ദേവിക്കും കയ്യും കണ്ണുമായിട്ട് കരുത്തുമായിട്ട് നിൽക്കുകയാണ്. നന്ദികേശ്വര സ്വാമി കാവൽ നിന്ന സ്ഥലത്ത് കള്ളത്തരവുമായുള്ള മന്ദമാരുതന്റെ ആ വരവ് നന്ദികേശ്വരന് മനസ്സിലായി. എന്തോ കാര്യമുണ്ട് ഈ വായുദേവന്റെ വരവിന്. നന്ദിദേവൻ ചോദിച്ചു, ആരാടാവൻ? നമ്മുടെ അനുവാദമില്ലാതെ കൈലാസാദ്രി കവാടത്തിൽ കള്ളനെ പോലെ ആയി തീരുവതൻ നമ്മുടെ ദണ്ഡുപ്രയോഗമേറ്റ് മരണപ്പെടേണ്ടി വന്നാലും ശരി, മറഞ്ഞു നിൽക്കാതെ നേരിൽ വാടാ, ആരാ അതെന്ന് ചോദിച്ചു. നന്ദികേശ്വരന്റെ ഈ അട്ടഹാസത്തോടെയുള്ള ചോദ്യം കേട്ട് ഇടിമുഴക്കം കേട്ട നാഗത്തെ പോലെ വായുദേവൻ നടുങ്ങി വിറച്ചു. സ്വയം രൂപം പ്രാപിച്ചു. സ്വന്തം രൂപത്തിലേക്ക് മാറിയിട്ട് നന്ദികേശ്വരന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. വായുദേവൻ പറഞ്ഞു, നന്ദിദേവരെ ക്ഷമിച്ചരുളിയാലും കുറ്റം അടിയന്റേതല്ല. ശ്രീ മഹാവിഷ്ണു ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും ശ്രീ നീലകണ്ഠ ഭഗവാനെ ദർശിക്കുന്നതിന് സമയം നോക്കിയിരിക്കുകയാണ്. അതിനു മുമ്പായി സർവേശ്വരന്റെ അവസ്ഥ എന്താണെന്നറിയാൻ എന്നെ നിർബന്ധിതനാക്കിയതാണ്. എന്റെ വരവിനെ കുറിച്ച് കാലേ കൂട്ടി അവിടുത്തെ തിരുവുള്ളം അറിയിക്കാതിരിക്കുന്നതിന് അങ്ങ് ക്ഷമിക്കണം. ഞാൻ വരുന്നതിന് മുമ്പേ അങ്ങയോട് പറയാതിരുന്നതിന് അവിടുന്ന് എന്നോട് ക്ഷമിക്കണം നന്ദിദേവരെ എന്ന് പറഞ്ഞു. ഇപ്രകാരം അദ്ദേഹത്തിന്റെ ഒരു ദയനീയാവസ്ഥ നന്ദീശ്വരനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാരുതൻ വീണ്ടും നന്ദിദേവനോട് എന്ത് ചെയ്തു?
താങ്ക് യു തിരുമേനി. നന്ദിദേവനോട് എന്ത് ചെയ്തു? മാപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു. വായുദേവന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ നന്ദികേശ്വരൻ എന്താ ചെയ്തത്? ശാന്തനായിട്ട് വായുദേവനോട് ക്ഷമിച്ചു. എങ്കിലും മാരുതന് കൈലാസാദ്രിയിലേക്ക് പോകാനുള്ള പ്രവേശന അനുമതി നൽകിയില്ല നന്ദികേശ്വരൻ. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അനില, പക്ഷെ നീ അങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞു. തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞ് വായുദേവനെ മടക്കി അയച്ചു. നിരാശനായിരിക്കുന്ന വായുദേവൻ പേടിച്ചുകൊണ്ട് മഹാമേരു പർവ്വതത്തിൽ മടങ്ങിയെത്തി ദേവന്മാരോട് വിവരം പറഞ്ഞു. വായുദേവൻ പറഞ്ഞു, ബ്രഹ്മദേവ, അവിടുത്തെ കൽപ്പനയനുസരിച്ച് മന്ദമാരുതന്റെ രൂപം പ്രാപിച്ച് അടിയൻ വെള്ളിമലയിലെത്തി ആലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി തുനിഞ്ഞപ്പോ കാവൽ ദേവനായിരിക്കുന്ന നന്ദികേശ്വരൻ അടിയനോട് വളരെയധികം വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചു. ആരാടാ, എന്താടാ എന്നൊക്കെ ചോദിച്ചു. പൂർവകാല പുണ്യം കൊണ്ട് അടിയൻ ഓടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. വായുദേവനുണ്ടായ അനുഭവം കേട്ട ദേവന്മാർ വീണ്ടും ദുഃഖത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. വീണ്ടും കൈലാസാദ്രിയെ പ്രാപിക്കുകയെന്നും സർവേശ്വര സ്തുതിയിൽ കൂടി ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയെന്നും നീണ്ട നേരത്തെ ആലോചനകൾക്ക് ശേഷം ദേവന്മാര് തീരുമാനിച്ചു. ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും കൈലാസത്തിലെത്തണം. സർവേശ്വരന്റെ സ്തുതികൾ പാടി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി ഈ കാര്യം നേടിയെടുക്കണം. സർവവിധ അക്രമങ്ങളുടെയും മൂർത്തി ഭാവങ്ങളായിരിക്കുന്ന ശൂരപത്മാസുരാദികളുടെ അടിമകളായിട്ട് അവരുടെ നഗരങ്ങളിലെ ദാസ്യ വേലകൾ ചെയ്ത് ജീവിക്കുന്നതിലും ഭേദം ഭഗവാന്റെ പാതാര വിന്ദങ്ങളെ ആശ്രയിച്ച് അഭയം പ്രാപിച്ച് കാലം അത്രയും കേഴുക തന്നെയാണ്. എന്തിനാണ് ഈ അസുരന്മാരുടെ കാല് പിടിച്ച് അവരുടെ നഗരങ്ങളിലെ ദാസ്യവേല ചെയ്ത് ജീവിക്കുന്നത്? അതിലും ഭേദം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോയി അഭയം പ്രാപിക്കുക തന്നെ വേണം. കൈലാസാദ്രി സാനുവിലെത്തിയ ദേവന്മാര്, എല്ലാ ദേവന്മാരും കൂടി കൈലാസത്തിലേക്ക് എത്തി. നന്ദീശ്വരനെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തി ഗോപുരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം വാങ്ങിയെടുത്തു നന്ദീശ്വരനോട്. ശ്രീ പാർവതി പരമേശ്വരന്മാർ മൗനനിഷ്ഠ അവലംബിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആലയത്തിന്റെ വാതിൽക്കലെത്തിയ ദേവന്മാർ എന്ത് ചെയ്തു? ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ എന്നിങ്ങനെ ഈ ലോകങ്ങൾ മുഴുവൻ 3 ലോകങ്ങൾ കേൾക്കുന്ന രീതിയിലും പറയാൻ തുടങ്ങി. ജപതപങ്ങളിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെടുന്ന ആളാണ് ഈ മഹാദേവൻ എന്ന് പറയുന്നത്. ജപിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ ഭഗവാൻ അപ്പ പ്രത്യക്ഷപ്പെടും. ദുഃഖിതർക്കും പീഡിതർക്കും കാണപ്പെട്ട ദേവനാണ് ശ്രീ നീലകണ്ഠൻ. ദേവന്മാരുടെ പ്രാർത്ഥനാധ്വനിയിൽ കണ്ണീരിൽ തരളിത ഹൃദയനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഉമാസമന്നിധനായി ദേവന്മാർക്ക് ദർശനം നൽകി. മഹാദേവൻ നോക്കുമ്പോ ദേവന്മാരെല്ലാരും കൂടി വന്നിട്ട് കരഞ്ഞു 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 ജപിക്കണം. അത് കേട്ടപ്പം മഹാദേവന്റെ ഉള്ളലിഞ്ഞു. മഹാദേവൻ വന്നിട്ട് ദേവിയോടുകൂടി ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ ചോദിച്ചു, ദേവന്മാരെ, നിങ്ങളുടെ ദുഃഖം നാം അറിയുന്നു. നിങ്ങൾക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടാലും എന്ന് പറഞ്ഞു. കരുണാരസം തുളുമ്പുന്ന ആ ഭഗവാന്റെ വാക്കുകൾ ദേവന്മാരുടെ കർണപുടങ്ങളിൽ പീയൂഷ വർഷം പൊഴിച്ചു. അവര് കരഞ്ഞ് കരഞ്ഞ് ഈശ്വരനോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മദേവൻ ബ്രഹ്മദേവൻ പറയണം, ഇന്ദുചൂട, പൂർവത്തിൽ അവിടുന്ന് കടാക്ഷിച്ചരുളിയിരുന്ന സുഖഭോഗങ്ങളും സമാധാനങ്ങളും വീണ്ടും ലഭിക്കുന്ന രീതിയിൽ അനുഗ്രഹിക്കണം. അസുരാധിപത്യത്താൽ അവരുടെ അടിമകളായി അവരുടെ കീഴിൽ കഴിയേണ്ടി വന്നിരിക്കുന്ന ഈ ദുർഗതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ഇനി ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഗംഗാധരദേവ, എല്ലാം അറിഞ്ഞിരുന്നും ഒന്നും അറിയാത്ത ഭാവം വെടിഞ്ഞ് ലോക സമാധാനത്തിനായി ധർമ്മപരിപാലനത്തിനായി കുമാരസംഭവം സാക്ഷാത്കരിച്ചാലും മഹാദേവ, അസുരശക്തികൾ ത്രിലോകങ്ങളെയും അടക്കി ഭരിക്കുകയാണ്. സത്യവും ധർമ്മവും നീതിയും ന്യായവും അവരാൽ മൃതപ്രായങ്ങളായിരിക്കുകയാണ്. എവിടെയും സത്യധർമാദികൾ കാണാൻ സാധിക്കുന്നില്ല. സത്യധർമാദികൾ നിലനിർത്തി ലോകത്തെ രക്ഷിക്കാമെങ്കിൽ ഏക മാർഗം കുമാരസംഭവം മാത്രമാണ് മഹാദേവ. അങ്ങനെ ദേവപ്രതിനിധികളുടെ പ്രാർത്ഥനയില് ശ്രീ പരമേശ്വരൻ സന്തുഷ്ടനായി. എല്ലാവരും കരഞ്ഞും വിഷമിച്ചും ആവശ്യം പറയാണ്. കുമാരസംഭവകാലം സമാഗതമായെന്ന് ഈശ്വരൻ സ്മരിച്ചു. ശരി, ഇനി കുമാരസംഭവം നടന്നേ പറ്റൂ. മഹാദേവൻ പറഞ്ഞു, ദേവന്മാരെ, ഇതാ ഇപ്പോൾ തന്നെ കുമാരസംഭവം നിറവേറ്റപ്പെടുന്നതാണ്.
ഒരു കാരണവശാലും ഇനി നിങ്ങൾ ആ ശൂരപത്മാസുരന്റെ ദുഃഖത്തില്, അവൻ തരുന്ന വേദനയിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല. കുമാരസംഭവമല്ലേ, വളരെ അടുത്ത് തന്നെ സംഭവിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോ അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്ത് പറയണമെന്നറിയാത്ത ഒരു ആനന്ദം. ശാന്തസ്വരൂപിയായി, കരുണാമയനായി, ആ രീതിയിലാണ് നമ്മുടെ മഹാദേവനെ അവർ കാണുന്നത്. അത്രയും ഒരു സന്തോഷത്തോടു കൂടി മഹാദേവന്റെ മുഖത്ത് ആ ഒരു പ്രസാദം കണ്ടപ്പോ ദേവന്മാരുടെ പകുതി ജീവൻ തിരിച്ചു കിട്ടി. ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്ത് ആ ശാന്ത സ്വരൂപമെല്ലാം വെടിഞ്ഞ് രൗദ്രാകാരനായ രുദ്രനായി മാറി. ഭഗവാന്റെ ആ ഭാവം മാറിയപ്പോ കൈലാസപർവ്വതം മാത്രമല്ല, പ്രപഞ്ചമാകെ നടുങ്ങി വിറച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവാതെ കാറ്റിൽ പെടുന്ന ഇലകളെ പോലെ ദേവന്മാർ ഭയന്ന് വിറച്ചു. ഇത്രയും നേരം ശാന്ത സ്വരൂപനായി നിന്നിരുന്ന മഹാദേവൻ ഞങ്ങൾ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും രുദ്രനായി മാറിയിരിക്കുകയാണ്. മേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി, കൊള്ളിയാൻ മിന്നി, മിന്നലുകളും ഇടിയുമെല്ലാം ഉണ്ടായി. സമുദ്രങ്ങളെല്ലാം ആർത്തിരമ്പി. സാമാന്യ ദൃഷ്ടികൾക്ക് പഞ്ചമുഖനായി കാണപ്പെടുന്ന ദേവദേവൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖം ഉൾപ്പെടെ 6 മുഖദേവനായി പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് മഹാദേവൻ 6 മുഖദേവനായി മാറി. അഗ്നിജ്വാലകൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള മഹാദേവന്റെ ആ മാറ്റം ദേവന്മാര് ഭയന്ന് വിറച്ചു. 6 മുഖനായി മാറുകയാണ് ഇവിടെ മഹാദേവൻ. അഗ്നിജ്വാലകൾക്ക് മധ്യത്തിൽ നിന്ന് അരുളിയിരുന്ന ശ്രീ ഗംഗാധരന്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിന്നി ചിതറി വന്നു. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സർവചരാചരങ്ങളെയും സ്ഥാവര ജംഗമ വസ്തുക്കളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണ വർണ്ണ പ്രഭ വിതറി ആളിപ്പടർന്നു. മഹാദേവൻ 6 മുഖത്തോടു കൂടി മാറി. 6 മുഖത്തു നിന്നും തീ വന്നു. ആ അവതാരങ്ങളിൽ കൂടി അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിലും ഒരൊറ്റ ജീവന് പോലും ആപത്തുണ്ടായില്ല. ചരാചരങ്ങളെ മാത്രമല്ല ആ ദിവ്യ ജ്യോതിസ് നടുക്കി വിറപ്പിച്ചത്. ശിവവാമഭാഗമെന്ന് പ്രകീർത്തിക്കപ്പെട്ടു പോരുന്ന ശിവപാർവതി ദേവിയിൽ നിന്നും അവ പ്രകമ്പനമുളവാക്കി. മേനി വിറച്ച് വിയർത്തുപോയി ദേവി. ഭഗവാന്റെ വാമഭാഗത്താണെന്നാണ് അറിയുന്നത്, അല്ലെ? ദേവി ഭഗവാന്റെ വാമഭാഗത്താണ്. പക്ഷെ മഹാദേവന്റെ ആ മാറ്റത്തില് ദേവി പോലും വിറച്ചുപോയി, പേടിച്ചുപോയി. തൃക്കാൽ പാതാര വിന്ദങ്ങളിൽ ധരിച്ചിരുന്ന നവരത്ന ചിലമ്പുകൾ, ദേവിയുടെ കാലില് ഉണ്ടായിരുന്ന ചിലമ്പുകൾ, അതിന്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. പക്ഷേ ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ ധരിച്ചിരുന്ന ചിലമ്പുകൾ ചിൽ 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 എന്ന് ചിലമ്പുമാറ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി ഭഗവാൻ വന്ന് നിൽക്കുകയാണ്. ഓടിയ വേഗതയില്, ഇത് കണ്ട് ഓടിയ വേഗതയിൽ ദേവിയുടെ കാൽ ചിലമ്പുകൾ തറയിൽ വീണുടഞ്ഞ് അവയിലെ നവരത്നങ്ങളെല്ലാം അവിടെയും ഇവിടെയൊക്കെ തെറിച്ചുപോയി. ആ ശിവ തേജസ്സിനു മുമ്പിൽ ദേവന്മാർക്ക് പോലും നിൽക്കാൻ പറ്റിയില്ല. നയനങ്ങളിൽ ഇരുട്ടാകുന്ന വെളിച്ചം, നമ്മുടെ കണ്ണിലേക്ക് അമിത വെളിച്ചം അടിച്ചാൽ കണ്ണിൽ കാണാൻ പറ്റില്ല നമുക്ക്. അതുപോലുള്ള വെളിച്ചം, ദേഹങ്ങളെ ചുട്ടു പൊള്ളിക്കുന്ന ഉഷ്ണം, അതുപോലെ തന്നെ അതെല്ലാം, ആ ചൂടും വെളിച്ചവും ഇരുട്ടും എല്ലാം അനുഭവിച്ച ദേവന്മാർ കാളകൂട വിഷത്തെ ദർശിച്ച ഭയം പോലെ അങ്ങിങ്ങായിട്ട് ദേവന്മാരെല്ലാം ചിതറി ഓടി മഹാദേവന്റെ ഈ മാറ്റം കണ്ടപ്പോൾ. എപ്രകാരമെങ്കിലും അഗ്നിജ്വാലയിൽ നിന്ന് പ്രപഞ്ചവാസികൾക്ക് രക്ഷ ലഭിക്കണമല്ലോ എന്ന് കരുതി ദേവേന്ദ്രൻ പരമശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ പറഞ്ഞു, ദേവദേവ, ക്രൂരമായ അസുരന്മാരാൽ ദുഃഖം അനുഭവിച്ചു പോരുന്നവരാണ് അടിയങ്ങൾ. ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനായി ഒരു പുത്രനെ തന്ന് അനുഗ്രഹിക്കണമെന്നാണ് അടിയങ്ങൾ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതിനു പകരം അവിടുന്ന് കനിഞ്ഞു നൽകിയിരിക്കുന്നതോ സംഹാര രൂപമായി ദർശനമരുളുന്ന തേജോ നികുഞ്ചവും ആദി ഭഗവാനെയോ. അടിയങ്ങൾ എപ്രകാരമാണ് രക്ഷപ്പെടേണ്ടത് മഹാദേവ? അവിടുത്തെ ലോചനകളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ തീപ്പൊരികൾ ത്രിലോകങ്ങളിലും പരന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ഉഗ്രജ്വാലയേറ്റ് ജീവരാശികൾ പരിതപിക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ പുറത്ത് അടിയങ്ങളോട് ദയുണ്ടാകണേ, ഞങ്ങൾ അതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കുമാരനെയാണ് ഞങ്ങൾ ചോദിച്ചത്, ഇതിപ്പം തീയാണ് വന്നിരിക്കുന്നത്, ഇത് 3 ലോകങ്ങളെയും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ദേവന്മാരും ബ്രഹ്മദേവനും ശ്രീ മഹാവിഷ്ണുവും ഗംഗാധരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ശാന്തനായിരിക്കുന്ന മഹാദേവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ഭയപ്പെടേണ്ട, 6 വദനങ്ങളോട് കൂടി ജ്വലന ഭീമാകാരനായി ദർശനമരുളി നിന്നിരുന്ന ശ്രീ ഗംഗാധരൻ ഏകമുഖത്തോടുകൂടി മാറി. 6 മുഖങ്ങളോടുകൂടി അഗ്നിയോടുകൂടി ജ്വലിച്ചു നിന്നിരുന്ന മഹാദേവൻ ഒരൊറ്റ മുഖമായി മാറി. ദിവ്യനായി ശാന്തനായി പ്രത്യക്ഷപ്പെട്ടു. തന്റെ തൃക്കണ്ണുകളിൽ നിന്ന് വന്ന അഗ്നിപ്പൊരികൾ തന്റെ മുമ്പിൽ തന്നെ വരുമാറാകട്ടെ എന്ന് മഹാദേവൻ തീരുമാനിച്ചു. പ്രപഞ്ചമെങ്ങും പരന്ന് ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നി നാളങ്ങൾ ഈശ്വരന്റെ തീരുമാനമനുസരിച്ച് 6 രൂപങ്ങളായി മാറി തിരുസന്നിധിയിൽ ഭവ്യതയോടുകൂടി തിളങ്ങി നിന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന ആ ഷഡ്ജ്യോതിസുകളെ വീക്ഷിച്ച് പരമേശ്വരൻ ചിരിച്ചു. ആ ദിവ്യ ജ്യോതിസുകളെ നോക്കി മഹാദേവൻ പുഞ്ചിരിച്ചു. ദേവന്മാർക്ക് ആശ്വാസമായി. അഗ്നിദേവനെയും വായുദേവനെയും അരികിൽ വിളിച്ചിട്ട് മഹാദേവൻ പറഞ്ഞു, ദേവന്മാരെ, ഈ ശിവജ്യോതിസുകളെ ഭുജങ്ങളിൽ വഹിച്ച് ഗംഗയിൽ ചെന്നൊഴുക്കിയാലും ഗംഗാദേവി ഈ പ്രഭാപൂരങ്ങളെ ശരവണ പൈകയിൽ കൊണ്ടുപോയി പ്രാപിപ്പിക്കുന്നതാണ്. വായുദേവൻ എന്ത് ചെയ്തു? ശിവ ശിവ എന്ന് പറഞ്ഞ് ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളെയും ഭസ്മമാക്കുന്ന ശക്തിയുള്ള ആ ശിവജ്യോതിസുകളെ എടുത്തുകൊണ്ട്, അടിയങ്ങളാൽ ഇത് സാധിക്കുമോ മഹാദേവ, ഞങ്ങൾക്ക് ഈ ശിവജ്യോതിസിനെ ഇതെടുക്കാൻ സാധിക്കുമോ മഹാദേവ എന്ന് ചോദിച്ചു. ഗംഗാദേവിയിൽ കൊണ്ടുപോയ ഗംഗാദേവി ഇത് ശരവണ പൈകയിലേക്ക് കൊണ്ടുപോകും. അതിന് സാധിക്കണ്ടേ? ശിവജ്യോതിസല്ലേ ഇത്? അഗ്നിദേവൻ ചോദിച്ചു, ആശ്രിത വത്സല, അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് സിദ്ധിച്ചിട്ടുള്ള അല്പപ്രകാശത്തിൽ വഹ്നീദേവൻ എന്ന നാമധേയം അടിയന് സിദ്ധിച്ചിട്ടുണ്ടെങ്കിലും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളെയും ക്ഷണനേരത്തിൽ അഗ്നിപ്രളയത്താൽ വെണ്ണീറാക്കുവാനുള്ള ശക്തിയുള്ള ഹരദേവ തൃക്കൺ കിരണങ്ങളെ എപ്രകാരമാണ് ദേവ ഞാൻ വഹിക്കുന്നത്? ഞാൻ അഗ്നിദേവനാണ്, അത് അങ്ങ് നൽകിയ പേരുമാണ്. പക്ഷെ എനിക്ക് എങ്ങനെ സാധിക്കും മഹാദേവ അങ്ങയുടെ ഈ അഗ്നിയെ എന്റെ കയ്യിലെടുക്കാൻ? മഹാദേവൻ പറഞ്ഞു, അഗ്നി, വായുദേവന്മാരെ, ഭയാശങ്കങ്ങളെല്ലാം വെടിയൂ. ഈ ത്രിഭുവനങ്ങളെയും വഹിക്കുവാനുള്ള ശക്തി നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അഗ്നി സ്ഫുലിംഗങ്ങളെ വഹിച്ചുകൊണ്ട് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടാലും ഈ ദിവ്യ ജ്യോതിസുകൾ ഗംഗാനദി വഴി ശരവണപ്പൊയ്കയെ പ്രാപിച്ച് തിരുക്കുമാരനായി സർവശക്തനായി 6 മുഖനായി അവതീർണനാകുന്നതാണ്. ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിച്ച് കുമാരൻ നിങ്ങൾക്ക് അഭയം നൽകും. ദുഃഖം വെടിഞ്ഞ് സന്തുഷ്ട ചിത്തന്മാരായി ഏവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയാലും. ആഹ്ലാദത്തോടുകൂടി ദേവന്മാർ ഇത് കേട്ടപ്പോ ഹരഹര മഹാദേവ ഹരഹര മഹാദേവ എന്നങ്ങ് സ്തുതിച്ചു. അവരുടെ കഷ്ടകാലങ്ങളെല്ലാം മാറുന്ന സമയമായി എന്ന സന്തോഷത്തിൽ ദേവന്മാര് കൈലാസത്തിൽ നിന്നും പോയി. ഈശ്വരന്റെ കൽപ്പന ശിരസാ വഹിച്ച വഹ്നി വായുദേവന്മാർ സർവേശ്വരന്റെ കമലങ്ങളെ നമസ്കരിച്ചു. ആദ്യമായി വായുദേവൻ ജീവ ജ്യോതിസിനെ കൈകളിലേന്തി ഗംഗാനദിയിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ശ്രീ മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ സന്തോഷത്തോടുകൂടി കുമാര സംഭവ മാഹാത്മ്യം ദർശിക്കുന്നതിനായിട്ട് വായുദേവന്റെ കൂടെ പോയി. 1 നാഴിക നേരം കഴിഞ്ഞു. ശിവാഗ്നി സ്ഫുലിംഗങ്ങളുടെ താപം സഹിക്കാനാവാതെ വിഷമിച്ച വായുദേവൻ ആ അഗ്നിപ്പൊരി അഗ്നിദേവനെ ഏൽപ്പിച്ചു. ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വായുദേവന്. നേരെ വായുദേവൻ അത് അഗ്നിദേവനെ ഏൽപ്പിച്ചു. 1 നാഴിക നേരം പിന്നിട്ടപ്പോ അഗ്നിദേവൻ വീണ്ടും അത് വായുദേവനെ തന്നെ ഏൽപ്പിച്ചു. ഇപ്രകാരം ശിവോദ്ഭവ തേജസ്സിനെ വായുദേവനും അഗ്നിദേവനും മാറി 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 ഭയത്തോടും ഭക്തിയോടും കൂടി ചെന്ന് ഗംഗാദേവിയുടെ തീർത്ഥത്തിലേക്ക് അർപ്പിച്ചു. അർപ്പിക്കപ്പെട്ട അഗ്നിപ്പൊരുളുകളുടെ ശക്തിവിശേഷത്താൽ ഗംഗാജലം തിളച്ചു മറിഞ്ഞു. അഗ്നി കൊണ്ടുപോയി അതിലിട്ടപ്പോ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു കത്തി എരിയുന്ന ഒരു ഇരുമ്പ് തണ്ടിട്ട് കഴിഞ്ഞാൽ പുകഞ്ഞു 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 തിളയ്ക്കും അല്ലെ? അതേപോലെ ഈ ശിവജ്യോതിസ് അഗ്നി ആ ഗംഗാനദിയിൽ വന്നപ്പോ ഗംഗാദേവി അങ്ങ് തിളച്ചു മറിഞ്ഞു. ബാഷ്പീകരണങ്ങൾ ചൊരിഞ്ഞ് വറ്റി തുടങ്ങി.
എങ്കിലും ഈശ്വര കൽപ്പനയെ മാനിച്ച ഗംഗാദേവി ബദ്ധശ്രദ്ധയോടുകൂടി വളരെയധികം ബഹുമാനത്തോടും ശ്രദ്ധയോടും കൂടി ശിവാഗ്നി കിരണങ്ങളെ തന്റെ കുഞ്ഞക്കരങ്ങൾ കൊണ്ട് തലോടി 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 ദേവി എന്ത് ചെയ്തു? ശരവണ പൊയ്കയിലേക്ക് എത്തിച്ചു. ശരവണ പൊയ്കയിലേക്ക് കൊണ്ടുപോയി. വയലിൽ കൃഷി ഇറക്കിയിരിക്കുന്ന കൃഷിവലന്മാർ സമുദ്രമായ വിളവ് ലഭിക്കുന്നതിന് കാത്തിരിക്കുന്നത് പോലെ ശ്രീനാരായണനും ബ്രഹ്മദേവനും ദേവേന്ദ്രനും മറ്റ് ദേവന്മാരെല്ലാവരും കൂടി ഈ ശരവണ പൊയ്കയുടെ ചുറ്റിലും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുന്നു? തെളിഞ്ഞതുമില്ല, ചൂടായതുമില്ല, തിളച്ചതുമില്ല, വറ്റിയതുമില്ല. ആകാംക്ഷഭരിതമായിരിക്കുന്ന നിമിഷങ്ങൾക്ക് ചിറകുമുളച്ച ശലഭങ്ങളെ പോലെ പറന്നകന്നു. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതുമായും പരബ്രഹ്മമായും നിന്നരുളുന്ന പരമേശ്വര ജ്യോതിസ് ഒരു തിരുമേനിയായി മാറുകയാണ്. ശരവണ പൊയ്കയിൽ ഒരു ശരീരം പ്രാപിക്കുകയാണ്. പരാത്പര പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 6 കൈകളും ലോകരക്ഷകനായിരിക്കുന്ന അങ്ങനെ ശരവണ പൊയ്കയുടെ ചുറ്റിലും ഇവരെല്ലാരും വന്നിരിക്കുകയാണ്. ഇപ്പൊ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുമെന്നറിയാൻ. ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കുറച്ച് സമയത്തിനുള്ളില് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ആർക്ക് മനസ്സിലായി? ഇവർക്കെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ശിവന്റെ ആ ഒരു ശക്തി ഗംഗാദേവി കൊണ്ടുവന്ന് എവിടെ ഇട്ടിരിക്കുന്നു? നമ്മുടെ ശരവണ പൊയ്കയിൽ. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ശരവണ പൊയ്കയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. അതിനായി ദേവന്മാരെല്ലാം നോക്കിയിരിക്കെ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്? ആ ഒരു 6 തിരുമുഖങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 6 കൈകൾ, ഇതെല്ലാത്തോടും കൂടി ലോകരക്ഷാമൂർത്തിയായിരിക്കുന്ന ശ്രീ മുരുകദേവൻ ശരവണ പൊയ്കയില് അവതരിക്കുകയാണ്. അത്ഭുതകരമായിരിക്കുന്ന ആ സന്തോഷ വാർത്ത അഖിലാണ്ട കോടി മണ്ഡലവാസികളും അറിഞ്ഞതുപോലെ ദേവബിന്ദുതികൾ മുഴങ്ങി. ശരവണ പൊയ്കയില് ആര് വരികയാണ്? ശക്തിവേൽ മുരുകൻ വരികയാണ്. വേദവാക്യം വിപരീതമായിരിക്കുന്ന നഭോമണ്ഡലം ഭക്തിരസ നിർവൃതിയുടെ പരമാനന്ദ ലഹരിയാൽ കോരിത്തരിച്ചു. ഭക്തിരസ നിർവൃതിയുടെ പരമാനന്ദ ലഹരിയിൽ കോരിത്തരിച്ചു. മുരുകൻ വരികയാണ് ലോകരക്ഷയ്ക്ക്. ലോകത്തിന് സമാധാനം നൽകാൻ മുരുകൻ അവതരിച്ചു. അനന്തസേനനും അംബുജസംഭവനും വജ്രായുധ ദേവന്മാരും മഹർഷി വര്യന്മാരും ആനന്ദം കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യുകയാണ് മുരുകൻ. അടിയങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ആത്മപ്രധായകനായിരിക്കുന്ന ആണ്ടവനെ പ്രാർത്ഥിച്ചു. ത്രിലോക ജീവരാശികൾ ആനന്ദ നിർവൃതിയിൽ യുദ്ധം ചെയ്തു. നിർത്താത്ത ലതകളെല്ലാം തൊട്ടു തുടങ്ങി. കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം കായ്ച്ചു തുടങ്ങി. ബന്ധികളായ സ്ത്രീകളെല്ലാം ഗർഭിണികളായി. നിരന്തന്മാരെല്ലാം പാപം ലഭിച്ചു. അവർക്കെല്ലാം ബധിരന്മാരെല്ലാം മണ്ഡപസ്തുതിഗീതങ്ങൾ കേട്ടു തുടങ്ങി. ഗുരുക്കന്മാർ ഭഗവത് ചരിത്രങ്ങളെല്ലാം ജപിച്ച് ആത്മനിർവൃതി കൊണ്ടു. അന്ധന്മാരെല്ലാം ആഴ്ച ലഭിച്ചു. വിമാന സംഭവ സമയത്ത് ത്രിലോകവാസികളും ഒരുപോലെ ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞു. മഹാദേവന്റെ ആ ഒരു മകൻ അവതരിച്ചു. ഗുരുകൾ
അത് ലോക വൃത്തിക്കായി കാണിക്കാം. അങ്ങനെ ജ്ഞാനസംഗമം യാഥാർത്ഥ്യമായി. ഈ സമയത്ത് അസുര നഗരങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അസുര വീരന്മാരുടെ അധികാര ബന്ധങ്ങളാൽ ഉദ്ഘോഷിച്ചുകൊണ്ട് വനം മുട്ടുമാറ് നട്ടപ്പെട്ടിരുന്ന ആ കൊടിമരങ്ങളെല്ലാം മുറിഞ്ഞു വീണു. എന്താ ഉണ്ടായത്? അസുരന്മാരുടെ ആ ഒരു കൊടിയെല്ലാം അവർ നാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഏരിയ ആണ് ഇതെന്ന് കാണിക്കാൻ. അതെല്ലാം മുറിഞ്ഞു വീണു. അവരുടെ അശ്വഗജാദികളെല്ലാം, ആനയും കുതിരയെല്ലാം ചത്തൊടുങ്ങി. അസുര ഭാര്യമാരുടെ വലത് കൈകളും പുരികക്കൊടികളെല്ലാം ദുർലക്ഷണമായി തുള്ളി വിറച്ചു. അസുരന്മാരുടെ ഭാര്യമാരുടെ വലത് കണ്ണെല്ലാം പുരികങ്ങളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ആരാധനാ ദേവന്മാരുടെ മുന്നിൽ കൊളുത്തിവെച്ച നെയ്ത്തിരികളെല്ലാം അണഞ്ഞുപോയി. അസുരന്മാരുടെ നഗരത്തില് ഈ മുരുകൻ അവതരിച്ചപ്പോ പൂജാ വിഗ്രഹങ്ങളുടെ കണ്ടത്തിൽ അവർ ചാർത്തിയിരുന്ന പൂമാലകളെല്ലാം താഴെ വീണുപോയി. അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ആപത്തുകളുടെ എല്ലാം ഒരു സൂചന അവരുടെ നഗരങ്ങളിലെ വീടുകളിലെല്ലാം കണ്ടു തുടങ്ങി. ഈ അസുരന്മാരുടെ ഇഷ്ടരക്ഷക ദുഷ്ട നിഗ്രഹ കാരണകാര്യമായിരിക്കുന്ന മുരുകന്റെ അവതാര മഹത്വത്തിൽ സത്തുക്കളെല്ലാം സ്തുതിച്ചു, അസത്തുക്കളെല്ലാം പേടിക്കാൻ തുടങ്ങി. മറ്റെല്ലാ ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ആദിമത്യാന്ത വിഹീനനാണ് ശ്രീ മഹാദേവൻ. എല്ലാ ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് മഹാദേവൻ. ഷഡ്ഗുണ സമ്പൂർണനാഥനായിരിക്കുന്ന ശിവമഹിമകളുടെ വൈഷ്ട്യപ്രഭാവമാണ് ഷഡാനനായിരിക്കുന്ന ശ്രീ മുരുകൻ. ശരവണ പൊയ്കയിൽ ഉത്ഭവിച്ച ശരവണൻ സകല ചരാചര രക്ഷകനായി ആറുമുഖനായി അരുൾ ദേവനായി വിളങ്ങാൻ തുടങ്ങി. ഷഡ്ഗുണങ്ങൾ, അതായത് സർവജ്ഞത, തൃപ്തി, അനാദിഭേദം, അലുബ്ധശക്തി, സുവന്തരത്വം, അനന്തശക്തി പ്രഭാവം, ഇതെല്ലാം ഭഗവാനിലുണ്ട്. ഷഡ്ഗുണങ്ങളോടുകൂടിയാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. വേദപ്പൊരുളിലും മനസ്സിലും വാക്കിലും അറിയാൻ കഴിയാതെ എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന പരാത്പരനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ കാരുണ്യം കൊണ്ട് 6 ദിവ്യമുഖങ്ങളോടുകൂടി ശരവണപ്പൊയ്കയിൽ 1008 ഇതളുകളുള്ള ചെന്താമരപ്പൂവിനുള്ളിൽ ലോകരക്ഷകനായിട്ട്, ആപത് ബാന്ധവനായിട്ട്, അതായത് ആപത്തിൽ സഹായിക്കുവാനായിട്ട്, ശ്രീ മുരുകനായിട്ട് അനുഗ്രഹാശീസുകൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ വന്നിരിക്കുകയാണ് അല്ലെ. ശ്രീ മുരുകദേവന്റെ അവതാര മഹത്വങ്ങൾ എന്തെന്നാൽ, ഈ ലോകക്ഷേമത്തിനായിട്ട്, എല്ലാ പ്രപഞ്ചത്തിന്റെയും ലോകത്തിന്റെയും ഐശ്വര്യത്തിനായിട്ട് ദേവൻ പഞ്ചഭൂതങ്ങളിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്ന് ആകാശം, കാറ്റ്, കനല്, ജലം, മണ്ണ് എന്നിവകളുടെ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് രൂപം പ്രാപിച്ചു എന്നുള്ളതാണ്. എല്ലാ വഴികളിലൂടെ, അതായത് കണ്ണിൽ അഗ്നിയിൽ നിന്നും പുകയിൽ നിന്നും അങ്ങനെയാണല്ലോ ഭഗവാൻ വന്നത്, ജലത്തില്. അപ്പം ഇങ്ങനെയെല്ലാം എല്ലാ തരത്തിലുള്ള പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ മുരുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. ശ്രീ മുരുകാവതാര തത്വം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ച തീപ്പൊരികൾ ആകാശത്തിൽ നിന്ന് വായുദേവന്റെ കരങ്ങളിലൂടെ അഗ്നിയിലെത്തിച്ചേരുന്നു. അഗ്നിയിൽ നിന്ന് പുണ്യനദിയായ ഗംഗയിൽ കൂടി ഒഴുകി ഭൂമിയിൽ എത്തിച്ചേരുന്നു. ശിവജ്ഞാനാഗ്നിയിൽ അരൂപമായി ഭവിച്ച് നിലത്തിൽ രൂപം പ്രാപിച്ച് ശാന്തമായ ശരവണപ്പൊയ്കയിൽ ചിത് രൂപമായി വിളങ്ങി അരൂപമായി അവതരിച്ച ജ്ഞാനാനന്ദ പൊരുൾ തന്നെ ഭഗവാനെ സേവിക്കുന്നവർക്ക് ദർശനവും ആശ്രയവും അരുൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ദിവ്യരൂപഭാവനായി ഭഗവാൻ മാറിയത്. ശ്രീ മുരുകദേവൻ എന്നെന്നും യുവകോമളനാണ്. ശ്രീ ഷഡാനന ഭഗവാനെ ഈരാറു ലോചനങ്ങൾക്കുടമയെന്ന് കീർത്തിക്കപ്പെട്ടിരുന്നെങ്കിലും ശിവശക്തിയിൽ നിന്നുണ്ടായ
ഷൺമുഖ ഭഗവാന്റെ ഓരോ ദിവ്യമായിരിക്കുന്ന മുഖത്തിലും തൃക്കണ്ണുകളുണ്ട്. മുരുകന്റെ ഓരോ മുഖത്തിലും തൃക്കണ്ണുകളുണ്ട്. അപ്രകാരം ശ്രീ കുമാരദേവൻ 18 കണ്ണുകളോട് കൂടിയുള്ളവനാണ്. ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതീദേവി, ശ്രീ ഗണപതി, ശ്രീ മുരുകൻ മുതലായ ദൈവങ്ങൾക്ക് മുക്കണ്ണുകളാണുള്ളത്. ദേവിക്കും മുക്കണ്ണുണ്ട്, മഹാദേവനും ഉണ്ട്, ഗണപതിക്കുമുണ്ട്, മുരുകനും ഉണ്ട്. അഷ്ടാദശ വിലോചനം രൂപം അംഗീകൃതം ശുഭം ലോകാനാം എന്നാ പറയുന്നത്. സംസ്കൃത സ്കന്ദപുരാണത്തില് ഇതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്കന്ദപുരാണത്തിന്റെ സംസ്കൃതത്തിൽ ഇതുപോലെയാ പറഞ്ഞിരിക്കുന്നത്. അതായത് അരൂപമായിട്ട്, രൂപമില്ലാതെ ലോകം നിറഞ്ഞ ആത്മപ്രഭാവനായിരിക്കുന്ന ആണ്ടവൻ 6 മുഖങ്ങളും 12 കൈകളും 18 നേത്രങ്ങളും ഉള്ളവനായിട്ടാണ് ദർശനം നൽകുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആദിത്യ ഭഗവാൻ 6 നയനങ്ങളായും, ചന്ദ്രദേവൻ 6 വിലോചനങ്ങളായും, അഗ്നി ഭഗവാൻ മറ്റാറു നേത്രങ്ങളായും, ശ്രീ ശങ്കരജ്യോതിസായിരിക്കുന്ന മുരുക ഭഗവാന്റെ ഈരാറു വദനത്തിൽ വിളങ്ങിടുന്നു. ഇതാണ് ഐതിഹ്യം. മു രു ക എന്ന നാമത്തിലുള്ള അക്ഷരങ്ങള് ഓരോന്നും വെവ്വേറെ ഉള്ളതാണ്. മു രു ഗ. അതുപോലെ മുരുകന്റെ തൃക്കൈയിൽ വിളങ്ങുന്ന വേല് എന്ന ആയുധം ഉണ്ടല്ലോ, അത് മറ്റൊരു ദേവന്റെ കയ്യിലും കാണപ്പെടാത്ത വിശിഷ്ടമായിരിക്കുന്ന ഒരു ആയുധമാണ്. ശ്രീ ഷൺമുഖദേവന്റെ ആ ദിവ്യായുധ നാമം, അതായത് ആ വേലിന്റെ നാമം, മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികൾക്ക്, ഓമനകൾക്ക് വേലെന്നും വേലനെന്നും വേലായുധനെന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അല്ലെ. മറ്റ് ദേവന്മാരുടെ കൈകളിൽ കാണുന്ന ആയുധങ്ങളുടെ നാമം പേരായിട്ട് ആരും പറയാറില്ല. അതായത് ആ ആയുധത്തിന്റെ പേരിൽ ഒരു ദേവന്മാരെ അറിയപ്പെടാറില്ല. പക്ഷെ മുരുകന്റെ കയ്യിലുള്ള ആയുധം വേലാണ്. ആ വേലിന്റെ പേരിൽ ഭഗവാൻ വേലനെന്നും അതുപോലെ വേലായുധനെന്നും വേലവനെന്നും അറിയപ്പെടും മുരുകൻ. ആ ആയുധത്തിന്റെ പേരിലും പോലും ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇത് മൂന്നും കൂടി ഒരേ ശക്തിയായി രൂപം പ്രാപിച്ച മൂർത്തിയാണ് വേലായുധൻ. ജനന സമയത്ത് നാമത്തോടുകൂടി ജന്മം നടക്കാറില്ല. ജനിക്കുമ്പോൾ പേര് ലഭിക്കാറില്ല. കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാത്രമാണ് പേരിടുന്നത്. പക്ഷെ ഇവിടെ ശ്രീ മുരുകൻ വന്നുദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ജനിക്കുന്നതിന് മുൻപേ ശ്രീ മുരുകൻ വന്നുദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുവനെ നോക്കി നാം അയാൾ ജ്ഞാനിയായി അല്ലെങ്കിൽ ബുദ്ധിമാനായി എന്ന് പറയാറുണ്ട്. ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി, അയാൾ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് ആ ജ്ഞാനം നേടിയെടുക്കുന്നത് അല്ലെ. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ അയാൾ ജന്മനാ ജ്ഞാനി ആയിരുന്നില്ല, ജനിച്ചതിന് ശേഷമാണ് അയാൾ ജ്ഞാനം നേടിയെടുക്കുന്നത്. വിദ്യയെ അഭ്യസിച്ച് അയാൾ ജ്ഞാനം നേടിയെടുക്കുകയാണ് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ. പക്ഷേ സർവേശ്വരന്റെ തൃക്കൺ പൊരികളിൽ നിന്ന് ഉത്ഭൂതനായിരിക്കുന്ന ശ്രീ മുരുക ഭഗവാനോ ജ്ഞാനിയായി തന്നെയാണ് ജനിച്ചത്. ജ്ഞാനത്തോടു കൂടിയാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. കോടീശ്വരന പുത്രനെന്നും ദരിദ്രപുത്രനെന്നും വൈശ്യപുത്രൻ എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീ മുരുകദേവന് മാത്രമാണ് പുരുഷപുത്രനെന്നും ആൺമകനെന്നും പുരുഷനെന്നും പറയപ്പെടാൻ അർഹതയുള്ളൂ. പുരുഷന് മാത്രം ജനിക്കുന്നവനാണ് പുരുഷൻ അല്ലെ. സ്ത്രീകളാൽ പ്രസവിക്കപ്പെട്ടു പോരുന്ന നമ്മള് വാസ്തവത്തിൽ പെൺപിള്ളകളല്ലേ. സ്ത്രീബന്ധമില്ലാതെ പുരുഷനിൽ നിന്ന് മാത്രം ഉത്ഭവിച്ചവനാണ് ആര്? ആറുമുഖദേവൻ. സ്ത്രീ സംബന്ധമില്ലാതെയാണ് മുരുകൻ ജനനം എടുക്കുന്നത്. പുരുഷനിൽ നിന്ന്, മഹാദേവനിൽ നിന്നാണ് ജന്മം എടുക്കുന്നത്. പരാത്മസ്വരൂപത്തെ പുരുഷനായി, അതായത് മഹാദേവനെ പുരുഷനായിട്ടും ആ പരമാത്മാവിനെ തേടി പ്രാപിക്കേണ്ട ജീവാത്മാവിനെ സ്ത്രീയായും കരുതപ്പെടുന്നതാണ് ശാസ്ത്രവിധി അല്ലെ. മഹാദേവനെ പുരുഷനായിട്ടും ആ പരമാത്മാവിന്റെ അടുത്തേക്ക് പോകുന്ന സ്ത്രീയെ സ്ത്രീയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഷൺമുഖൻ ബ്രഹ്മനായകനാണ്. മഹാദേവനിൽ നിന്ന് മാത്രം ജന്മമെടുത്ത് ബ്രഹ്മനായകൻ. കുമാരൻ അവതരിച്ചു എന്നത് ശരിയല്ല. അവതാരം എന്ന വാക്കിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളതായ ഒന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ് അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇറങ്ങി വരുന്ന മുഖമുള്ളവനായ അധോന്മുഖനാണ്. അതായത് നമ്മളെല്ലാവരും ഉള്ളതായ ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒന്ന് വന്നവരാണ്. പക്ഷേ കുമാര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പരമേശ്വര ദേവന്റെ ഊർധമുഖങ്ങളായിരിക്കുന്ന നെറ്റിക്കണ്ണിൽ നിന്നുമാണ് വന്നത് അല്ലെ. ഭഗവാന്റെ നെറ്റിയിലെ കണ്ണിൽ നിന്നാണ് ആര് വന്നിരിക്കുന്നത്? ഷൺമുഖദേവൻ വന്നിരിക്കുന്നത്. ശരവണ പൊയ്കയിലെ ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായിരിക്കുന്ന ശരവണൻ അവതരിച്ചതല്ല, എഴുന്നള്ളിയിരിക്കുന്നതാണ്. ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും എഴുന്നള്ളിയിരിക്കുന്നതാണ്.
ആ അരുൾ നായകനെ ദർശിക്കാനായിട്ട് അനന്തശയനനും അംബുജ സംഭവനും കാലദേവനും വരുണ ഭഗവാനും ദേവേന്ദ്രനും ശരവണ പൊയ്കയിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാരണ ശിശുക്കൾക്കായിട്ടുള്ള വിനോദ ചാബല്യങ്ങളോട് കൂടി, അതായത് കുട്ടികളെ കാണുമ്പോൾ ഒരു വിനോദ ചാബല്യമുണ്ട്, അങ്ങനെയുള്ള ചാബല്യങ്ങളോട് കൂടി അവരെ കളിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അങ്ങനെ ഒരു ആഗ്രഹത്തിലല്ല ഇവരാരും വന്നിരിക്കുന്നത്. അസുരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ കുമാരസംഭവം നടക്കുന്ന ദിവ്യ നിമിഷത്തെ കാണാനാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. വാക്കുകളിലും വേദോപനിഷത്തുകളാലും വർണ്ണിക്കപ്പെടാൻ കഴിയാത്ത അസാധാന്യനായിരിക്കുന്ന നിത്യ നിർമ്മല മൂർത്തിയെ ദർശിച്ചിട്ടാണ് ഇവരെല്ലാവർക്കും ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. സൗന്ദര്യത്തിടമ്പായി എത്ര കണ്ടാലും മതിവരാത്ത ആ മോഹനമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ അറുമുഖനെ, ഷൺമുഖനെ, വേലായുധനെ, കുമാരനെ വീണ്ടും വീണ്ടും കാണണമെന്ന് ദേവാദിദേവന്മാർക്ക് തോന്നുകയാണ്. പുണ്യനദിയായ ഗംഗാദേവിയുടെ സമീപത്ത് ചേതോഹരമായി ഒഴുകുന്ന ആ ശരവണ പൊയ്കയിലെ ചെന്താമര പൂവിനുള്ളില് സർവാരാധ്യ പുരുഷനെ, എല്ലാരാലും ആരാധിക്കപ്പെടുന്ന ആ പുണ്യപുരുഷനെ പിഞ്ചു പൈതലായി ദർശിച്ച ദേവന്മാർ കാർത്തിക മംഗമാരെ ഹൃദയത്തിൽ ഓർക്കുകയാണ്. കാർത്തിക കന്യകമാർ 6 പേരും ദേവന്മാരെ തൊഴുതു പ്രാപിച്ചുകൊണ്ട് അവരെ മുമ്പിലെത്തി. ദേവന്മാർ ഈ പിഞ്ചു പൈതലിനെ കണ്ടപ്പോ കാർത്തിക കന്യകമാരെ ആലോചിച്ചു. ഉടനെ 6 കാർത്തിക കന്യകമാരും ദേവന്മാരുടെ മുമ്പിൽ വന്നു. മഹാവിഷ്ണു പറഞ്ഞു, കാർത്തിക മംഗമാരെ, ശിവശക്തി കുമാരന് മുലപ്പാലൂട്ടി മൂവുലകങ്ങളും, അതായത് 3 ലോകങ്ങളും അതിശയിക്കുന്ന പോലെ ഭഗവാന് സേവനം നൽകൂ. അഖിലാണ്ട മണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവനെങ്കിലും അജ്ഞതയകറ്റുവാനും അഹങ്കാരം നശിപ്പിക്കുവാനും ശിശുവായിട്ട് ഒന്നും അറിയാത്ത പോലെ പൈതലായി ദർശനമരുളുന്ന മുരുക ഭഗവാന് തുണയായി അമ്മമാരായി നിങ്ങൾ ഇരുന്നാലെന്ന് പറഞ്ഞു. കാർത്തിക ദേവി പറഞ്ഞു, ആജ്ഞദേവ എന്ന് പറഞ്ഞു. അങ്ങനെ ശരവണ പൊയ്കയെ ചുറ്റി നിന്ന കാർത്തിക മംഗമാരെന്തേത്, ചെന്താമരപ്പൂവിനുള്ളിൽ വിരിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞിനെ ദർശിച്ച് സന്തോഷം കൊണ്ട് അവര് ആനന്ദ കണ്ണീര് വന്നു. അവരിൽ ഉറങ്ങിക്കിടന്ന ആ മാതൃത്വം ഉണർന്നു. മനോമോഹനകാരകനായിരിക്കുന്ന കുമാരന്റെ ദർശനത്താൽ അവരുടെ ശരീരാവയവങ്ങളെല്ലാം വിമ്മി തുടിച്ച് ചിലിർത്തു വന്നു എന്നാ പറയുന്നത്. മാതൃത്വം എന്ന പരിപാവന മന്ത്രത്തിന് മനുഷ്യ ശിശുവെന്നോ ദൈവ ശിശുവെന്നോ വ്യത്യാസമില്ല. ശിശുവായി മാതാവിനുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് നമ്മൾ മാതൃത്വം എന്ന് വിളിക്കുന്നത്. അല്ലെ, അത് ദേവനാണോ മനുഷ്യനാണോ എന്നറിയില്ല. അതാണല്ലോ യശോദാമ്മയ്ക്ക് കണ്ണനോട് തോന്നിയത്. ഭഗവാനാണെന്നൊന്നുമില്ല, മാതൃത്വം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അല്ലെ, അതേപോലെ ഇവിടെ ഇവർക്കും അത് മുരുകനാണെന്നോ ശിവചൈതന്യമാണെന്നോ ഒന്നുമില്ല, മാതൃത്വമാണ് തോന്നുന്നത്. മാതാപിതാക്കന്മാർ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കുഞ്ഞിനെ ദർശിക്കാനിടയായ ശ്രീ പാർവതീ ദേവി ആ ശിശുവിൽ ആകൃഷ്ടയായി കരുണ പൂണ്ട് തന്റെ കൊങ്കയിൽ ചുരത്തുന്ന അമൃതം നൽകി ആ ശിശുവിനെ ജ്ഞാനബോധവാനാക്കിയത്രേ. ആ ജ്ഞാനപുത്രനാണ് ഭക്തശ്രേഷ്ഠനായ തിരുജ്ഞാന സമ്പന്നൻ. ഈ സംഭവത്തിലുപരിയായി മാതൃത്വം എന്ന മഹനീയമായ ബന്ധത്തിന് മറ്റൊരു ഉപമാനവും പറയണ്ടെന്നാ പറയുന്നത്. കാർത്തിക മംഗമാരുടെ മാതൃഹൃദയങ്ങളിലും പാർവതീദേവിക്ക് പൂർവ്വകാലത്തിലുണ്ടായതുപോലെയുള്ള പാശ, ബന്ധ, സ്നേഹാദി അനുഭവങ്ങൾ ശരവണ പൊയ്കയിലെ ആ കോമള ബാലനെ ദർശിച്ചപ്പോഴും പാർവതീദേവിക്കുണ്ടായി. അവരുടെ മാറിടങ്ങളിലെ പൂർണ്ണ കലശങ്ങൾ ചുരത്തി, അതായത് അത്രയും മുലപ്പാൽ വന്നു മാതൃത്വം കൊണ്ട്. സുന്ദര ബാലകന് പാലൂട്ടാനായിട്ട് ആദ്യം ഞാൻ മുലപ്പാൽ നൽകാം, അല്ല ഞാൻ നൽകിക്കോളാം, വേണ്ട ഞാൻ നൽകിക്കോളാം, എങ്ങനെ പറഞ്ഞ് കാർത്തിക മംഗമാരെന്തേത് മുലപ്പാൽ നൽകുന്നതിൽ മത്സരവും സൗന്ദര്യ പിണക്കവും ഒക്കെ ഉണ്ടായി. അവിടെ ആദ്യം ഞാൻ കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മത്സരങ്ങളെല്ലാം കണ്ട ശരവണ ബാലന്റെ ആ ഒരു ചുണ്ടില് കുറുമ്പേറിയ പുഞ്ചിരിയാണ് വന്നത്. മത്സരവും പിണക്കവും വേണ്ട, നിങ്ങൾ 6 പേർക്കും ഞാൻ ബാലകനായി മാറിക്കോളാം എന്ന് പറഞ്ഞ് 6 മുഖമുള്ള അറുമുഖദേവൻ 6 സുന്ദരമായ ബാലന്മാരായി മാറി കാർത്തിക മംഗമാർക്ക് ഓരോരോ കുഞ്ഞായി ഭഗവാൻ മാറി അവർക്ക് സന്തോഷം നൽകി. ആ അത്ഭുത ലീലകളിൽ സംതൃപ്തരായ കാർത്തിക കന്യകമാരെന്ത് ചെയ്തു, ആഹ്ലാദത്തോടുകൂടി ഓടി ഓരോ ശിശുവിനെ വാരിയെടുത്ത് ആ തുടുത്ത 2 കവിളുകളിലും ഉമ്മ കൊടുത്ത് ചുണ്ടിലൊക്കെ മുത്തം കൊടുത്ത് തിരുമാറിടത്തിൽ ചുരത്തിയ മുലപ്പാൽ നൽകി ബാലകനെ നന്നായി കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി കാർത്തിക കന്യകമാര് മുലപ്പാലൂട്ടി.
അമൃതപാന സുഖത്തിൽ ആലസ്യം പൂണ്ടിട്ടെന്ന പോലെ മോഹനകുമാരൻ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ആ മുലപ്പാൽ കുടിച്ചിങ്ങനെ കണ്ണടച്ചു ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. ഊണോ ഉറക്കമോ രാത്രിയോ പകലോ ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാതെ ശ്രീ കുമാരദേവൻ മാതൃശിശുബന്ധത്തിന്റെ ഉത്തമമായിരിക്കുന്ന ആ മാതൃത്വം, അതായത് ഭഗവാൻ എന്ത് ചെയ്തു? മാതാവിന്റെയും ശിശുവിന്റെയും ആ ഒരു ഉത്തമമായിരിക്കുന്ന മാതൃത്വ ബന്ധം ലോകവാസികൾക്ക് ഒന്ന് ഉണർത്തിക്കൊടുക്കാൻ കാർത്തികമംഗമാരുടെ താരാട്ട് പാട്ട് കേട്ട് ആനന്ദ നിദ്രയിലേക്ക് പോയി ഭഗവാൻ. ശരവണപ്പൊയ്കയിൽ ശരവണഭവൻ നടത്തിയ അത്ഭുതമായിരിക്കുന്ന ലീലകളെ ഓർത്ത് തികഞ്ഞ വിഷ്ണുഭക്തനായിരിക്കുന്ന പകഴിക്കൂത്തൻ ഇപ്രകാരം പറയുന്നുണ്ട്. തികഞ്ഞ വിഷ്ണുഭക്തനായിരിക്കുന്ന പകഴിക്കൂത്തൻ ശരവണപ്പൊയ്കയിൽ നടന്ന ലീലകളെ കുറിച്ച് ഓർത്ത് എന്താ പറഞ്ഞതെന്നറിയോ? പാലാഴി മഥന കാരണനായകനും ഗോവർദ്ധനോദ്ധാരണ പരാക്രമനും മുരളീ സുഷിരങ്ങൾ വഴി അമൃതഗാനം പൊഴിച്ച് ഗോക്കളെ മേച്ചു നടക്കുന്നവനുമായിരിക്കുന്ന സാക്ഷാത് വൈകുണ്ഠവാസി ശ്രീനാരായണന്റെ പ്രിയങ്കരനായിരിക്കുന്ന മുരുക എന്ന് സ്തുതി തുടങ്ങുന്ന പകഴിക്കൂത്തൻ ശരവണപ്പൊയ്കയിൽ താമരമലരുകൾ വിരിഞ്ഞിരിക്കുന്നതായും ആ പൊയ്കയിൽ അരയന്നപ്പറവുകൾ വാഴുന്നതായും ആഹാരം അന്വേഷിച്ച് മറ്റെവിടെയോ പറന്നു ചെന്നിരിക്കുന്ന ഇണയകളെ ഓർത്ത് പിടയുന്ന വിരഹതാപം അനുഭവിക്കുന്ന സമയത്ത് 10 ഇടങ്ങഴിപ്പാൽ കറക്കാത്ത അകിടോടുകൂടി ഒരു കറവ പശു ശരവണപ്പൊയ്കയിൽ എത്തിയതായും പശു പൊയ്കയിലിറങ്ങിയ ശബ്ദത്തിലുണ്ടായിരുന്ന വെപ്രാളത്തിൽ ഒരു വരാൽ മത്സ്യം വിരണ്ടോടിയ വേഗത്തിൽ പാൽ നിറഞ്ഞു നിൽക്കുന്ന പശുവിന്റെ അകിട്ടിൽ ശക്തിയോടെ മുട്ടിയതായും പാൽ കുടിക്കുന്നതിനായിട്ട് തന്റെ കിടാവായിരിക്കാം അകിടിൽ ഇടിച്ചതെന്നു കരുതിയ പശു തന്റെ അകിട്ടിലുള്ള പാല് മുഴുവനും ചുരുത്തിയതെന്നും പറയുന്നു. കിടാവിനോടുള്ള പശുവിന്റെ സ്നേഹം അത്രമാത്രമെന്ന് നോക്കുക. പക്ഷേ പശു ചുരുത്തിയ പാൽ മുഴുവനും പൊയ്ക നീരിൽ കലർന്ന് വെളുത്ത നിറമായി മാറിയത്രേ. നീരിൽ കലരുന്ന പാൽ വേർപെടുത്തിയെടുക്കാൻ കഴിവുള്ള അരയന്ന പക്ഷികൾ നീരിൽ നിന്ന് പാൽ വേർപെടുത്തിയെടുത്ത് ആലോചിക്കുന്നുവത്രേ, നമ്മുടെ പ്രിയന്മാർ ആഹാരം തേടി എവിടെയോ അലയുകയാണ്. ദൈവമോ നമുക്കുള്ള ആഹാരത്തെ എവിടെയും തേടിപ്പോകാൻ ഇടവെക്കാതെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ദാനം ചെയ്തിരിക്കുന്നു. നീരിൽ നിന്നും വേർപെടുത്തിയെടുത്ത പാലിൽ പാതി മാത്രം കുടിക്കുന്ന അരയന്നപ്പിടകൾ മറുപാതി തങ്ങളുടെ കാന്തന്മാർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്രകാരം പുണ്യം നിറഞ്ഞ തീർത്ഥമുള്ള തൃച്ചെന്തൂരിൽ വാഴുന്ന പ്രിയകുമാരനെ കാർത്തികമംഗമാർ താരാട്ടുപാടി ഉറക്കിയത്രേ. ആലോചിച്ചു നോക്കണം. അത്രയും അദ്ദേഹം പറയുന്നുണ്ട്. ആ മുരുകനെ തൃച്ചെന്തൂര് അല്ലേ, തിരുച്ചെന്തൂർ എന്നാ പറയാ, തൃച്ചാന്തൂർ എന്നും പറയും. അവിടെയാണ് നമ്മൾ അന്നദാനം കൊടുക്കാൻ പോകുന്നത്. തൃച്ചാന്തൂര്, തിരുത്തണി, തൃച്ചാന്തൂര്. അവിടെ ഭഗവാന്റെ 6 വീടുകളിൽ ഒരു വീട്ടില് ആണ് നമ്മൾ വരും ദിവസങ്ങളിൽ അന്നദാനം നൽകുന്നത്. ഒരു വട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ വെട്രിവേൽ മുരുകന്റെ മുമ്പില്. അപ്പൊ അവിടെ ഭഗവാനെ താരാട്ടുപാട്ടി ഉറക്കുകയാണ്. കാർത്തികമംഗമാരിൽ ഒരുവള്ളാളിച്ച ശിശു ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. മറ്റൊരുത്തിയുടെ കൈകളിലിരിക്കുന്ന ശിശു കിളിക്കൊഞ്ചലോടുകൂടി ഇങ്ങനെ ചിരിക്കുകയാണ്. വേറൊരു ശിശു കാർത്തികമംഗയുടെ സ്തനങ്ങൾ നുണഞ്ഞു കുടിക്കുകയാണ്. ഒരു ശിശു ചിണുങ്ങി കരയാണ്. 6 പേരായി മാറിയിട്ടുണ്ടല്ലോ. മറ്റൊരു ശിശു കൈകാലടിച്ചിങ്ങനെ കളിക്കുകയാണ്. മറ്റൊരു ശിശു പിഞ്ചുവിരൽ വായിലിട്ടിട്ട് കൊഞ്ഞനം കാട്ടി കളിക്കുകയാണ്. ഒരു ശിശു എന്ത് ചെയ്ത് രൂപം കമിഴ്ന്നു കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. മറ്റൊരു രൂപം പിച്ച വെച്ച് നടക്കുകയാണ്. ഒരു രൂപം പിച്ച നൽകുമ്പോൾ മുതിർന്ന് നിലം പതിച്ചു. ഇങ്ങനെ മെല്ലെ എഴുന്നേക്കുമ്പോൾ ഒരാള് വീണുപോയി. ഇങ്ങനെ പല 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 രൂപത്തിൽ ഭഗവാൻ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രൂപം ഇരുന്ന് കളിക്കുകയാണ്. മറ്റൊരു രൂപം പൊയ്കയിൽ ഇറങ്ങി കുസൃതി കാണിക്കുകയാണ്. ഒരു പൈതൽ യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അമ്മയുടെ ഒക്കത്തിരിക്കുകയാണ്. 6 പേരും 6 വ്യത്യസ്തമായ കളികളാണ്. പക്ഷെ വീണ്ടും അവർ കളികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ എന്താ ചെയ്യുന്നത്? നൃത്തം ആടിയപ്പോ മറ്റൊരു ശിശു അതിന് താളം പിടിക്കുകയാണ്. ഈ പൈതൽ ഒരു കിളിക്കൊഞ്ചലിൽ പാട്ട് പാടുകയാണ്. മറ്റൊരു പൈതൽ ശ്രദ്ധയോടുകൂടി ആ ഗാനം കേൾക്കുകയാണ്. ഒളിച്ചു നിന്നിരുന്ന ഒരു ശിശുവിനെ കണ്ടുപിടിക്കുന്നതിന് വേറൊരു ശിശു ഓടുകയാണ്. ഇങ്ങനെ പലരും ഭഗവാൻ പല 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 ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിൽ, ഏത് രീതിയിൽ ഓരോ നിമിഷവും അവരിങ്ങനെ ലീലകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവനായിരിക്കുന്ന ശിവകുമാരൻ 6 അത്ഭുത കുമാരന്മാരായി കാർത്തികമംഗമാരുടെ മുമ്പിൽ കുസൃതികൾ കാട്ടി അമ്മമാരെ സന്തോഷിപ്പിക്കുകയാണ്.
തൻ്റെ ശൈശവ വിളയാട്ടങ്ങളിൽ കൂടി, അതായത് കുഞ്ഞുനാളിലുള്ള ഈ ആട്ടങ്ങളിൽ കൂടി കാർത്തിക മംഗന്മാരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല കുമാരൻ ചെയ്തത്, പിന്നെയോ പവിത്രമായിരിക്കുന്ന മാതൃശിശു ബന്ധത്തിന്റെ മഹത്വം ലോകരെ അറിയിക്കുകയാണ് ഭഗവാൻ. ഹൃദയാനന്ദ പ്രതാകമായിരിക്കുന്ന കുമാര ലീലകൾ, ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ആ കുമാര ലീലകൾ, അത്ഭുതകരമായിരിക്കുന്ന ശക്തികളും കണ്ട വിഷ്ണു, ബ്രഹ്മൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാരെല്ലാം അത്ഭുത പരതന്ത്രന്മാരായിരിക്കുകയാണ് ഭഗവാന്റെ ലീലകൾ കണ്ടിട്ട്. താങ്ക് യു രമണൻ പ്രഭു, ഞാൻ മറന്നുപോയിരിക്കുന്നു. അത്രയും അത്ഭുതത്തോടു കൂടി അവരിങ്ങനെ ആറാടുകയാണ് ദേവന്മാരെല്ലാം ഭഗവാന്റെ ഈ ഓരോ നിമിഷവും മാറി മാറിയുള്ള ലീലകൾ കാണുമ്പോൾ. അസാമാന്യമായിരിക്കുന്ന ശക്തിപ്രഭാവമുള്ള ഈ കുമാരൻ ശിവബാലകനല്ല, ശ്രീ പരമശിവൻ തന്നെയാണെന്ന് അവർക്ക് തോന്നിപ്പോവാണ്. ഇത് ഭഗവാന്റെ മകനല്ല, ഭഗവാൻ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ്. സർവശക്തികളും ശ്രദ്ധിച്ചിട്ടുള്ള ശ്രീ മുരുകൻ ശൂരപത്മാദി അസുരന്മാരെ നിഷ്പ്രയാസം താമസം വിനാ നിഗ്രഹിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ദേവന്മാർക്കില്ല. ഉറപ്പായിട്ടും ശൂരപത്മാസുരന്മാരെ കൊല്ലും. നിഷ്കരുണമായി അസുരന്മാരെ നിഗ്രഹിച്ച് തങ്ങളെ രക്ഷിക്കാനായിട്ട് അവതീർണനായിരിക്കുന്ന ശ്രീ ഷൺമുഖനെ ദേവാദി ദേവന്മാർ വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുകയാണ്. ശ്രീ മുരുകദേവന്റെ മറ്റൊരു നാമമായിരിക്കുന്ന കുമാരൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കു എന്നാൽ താഴ്ത്തുന്നത്, പരിഹസിക്കുന്നത് എന്നാണ്. കു എന്നാൽ താഴ്ത്തുക, പരിഹസിക്കുക. മാരൻ എന്നാൽ മന്മഥൻ എന്നാണ് അർത്ഥം. അപ്പോ മാരനെ താഴ്ത്തുന്നവൻ കുമാരൻ. മന്മഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ, ആ മന്മഥ ഭാവത്തെ താഴ്ത്തുന്നവൻ, അതായത് സൗന്ദര്യത്തിൽ മന്മഥനെ തോൽപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. സൗന്ദര്യത്തിൽ മന്മഥനെ പോലും തോൽപ്പിച്ചു കളയും, അതാണ് കുമാരൻ. കുമാര സംഭവ കാലം വരെയും ലോകസുന്ദരൻ മന്മഥനാണെന്ന് ധരിച്ചിട്ടുണ്ടായ ആളുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരൻ മന്മഥനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കുമാര സംഭവത്തോടെ അത് തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശ്രീകുമാരൻ മന്മഥനെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവനെന്ന് മുരുകദേവനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. കു എന്നാൽ ലോകമെന്നും ഒരർത്ഥമുണ്ട്. കു എന്നാൽ ലോകമെന്നും ഒരർത്ഥമുണ്ട്. മാ എന്നാൽ ഐശ്വര്യ ദേവതയായിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മി എന്നും ഒരർത്ഥമുണ്ട്. രാ എന്നാൽ ദാനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നൽകുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ലോകത്തിൽ സകലവിധമായിരിക്കുന്ന ഐശ്വര്യവും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കുമാരൻ എന്ന നാമത്തിന്റെ മറ്റൊരർത്ഥം. കുമാരൻ എന്ന നാമത്തെ കുമാരൻ എന്നും വിശേഷിപ്പിക്കാം, കുമരൻ എന്നും. എന്നാൽ നാശമില്ലാത്തവൻ, കുമരൻ എന്നാൽ നാശമില്ലാത്തവൻ എന്നും വിശേഷിപ്പിക്കാം. ഗംഗാ നദിയിൽ നിന്നുണ്ടായ ശ്രീ മുരുകന് ഗംഗേൻ എന്ന നാമവും ഉണ്ട്. ഗംഗാ നദിയിൽ അവതരിച്ച ഭഗവാന് ഗംഗേൻ എന്ന നാമവും ഉണ്ട്. കാർത്തിക മംഗമാർ മുലപ്പാൽ നൽകി താലോലിച്ചു വളർത്തിയതുകൊണ്ട് ശ്രീ മുരുകന്റെ മറ്റൊരു നാമം കാർത്തികേയൻ എന്നാണ്. കാർത്തിക മംഗമാർ മുലപ്പാൽ നൽകി താലോലിച്ചത് കൊണ്ട് ഭഗവാന് കാർത്തികേയൻ എന്നൊരു നാമമുണ്ട്. സ്വാമി എന്ന നാമവും അനുയോജ്യമായിട്ടുണ്ട് ഭഗവാന്. മുരുകൻ, ശ്രീ മുരുകനെ സ്വാമി എന്നും വിളിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ മുരുകൻ വാഴുന്ന സ്ഥലത്തെ സ്വാമി മലയെന്ന് നമ്മൾ പറയുന്നത്. സ്വാമി എന്നാൽ മുരുകൻ എന്നും നാഥൻ എന്നാൽ ശിവൻ എന്നും അർത്ഥമെങ്കിൽ ഇരുനാമങ്ങളെയും ഒന്നാക്കുന്ന സ്വാമിനാഥൻ എന്ന ഒരു നാമവും മുരുകനുണ്ട്. സ്വാമിയും നാഥനും ഒരേ ദേവനാണ്. തർക്കമില്ലാത്ത സത്യമാണത്. സ്വാമിയും നാഥനും ഒരേ ദേവനാണ്. അതുകൊണ്ട് സ്വാമിനാഥൻ എന്നാലും മുരുകൻ തന്നെയാണ്. വെണ്ണയുരുക്കിയാണ് നെയ്യ് എടുക്കുന്നതെങ്കിലും നെയ്യാണല്ലോ വെണ്ണയ്ക്ക് ശ്രേയസ് നൽകുന്നത്. വെണ്ണയുരുക്കിയിട്ടാണ് നെയ്യ് എടുക്കുന്നത്, പക്ഷെ നെയ്യാണ് വെണ്ണയ്ക്ക് ശ്രേയസ് നൽകുന്നത്, അല്ലെ? നൂല് കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുന്നെങ്കിലും വസ്ത്രമാണ് നൂലിനേക്കാൾ കൂടുതൽ പ്രശസ്തി ആർജിക്കുന്നത്. അതുപോലെ ശ്രീ മുരുകൻ ശിവന്റെ മകനാണെങ്കിലും ശ്രീ ഷൺമുഖദേവനാൽ ശിവമഹിമകളും ശ്രേയസ്സും സർവോപരി വർദ്ധിക്കുകയാണ്. മഹാദേവന്റെ മകനാണെങ്കിലും മഹാദേവന്റെ ശ്രേയസ് ഒരുപാട് വർദ്ധിക്കും മുരുകനെ കൊണ്ട്. സോമനാഥനായിരിക്കുന്ന ശ്രീ പരമേശ്വരന് ശ്രീ മുരുകൻ പ്രണവമന്ത്രം ഉപദേശിച്ച് സ്വാമിനാഥനാകുന്നു. പരമേശ്വരന് ശ്രീ മുരുകനാണ് പ്രണവമന്ത്രം ഉപദേശിച്ചിട്ട് സ്വാമിയുടെ നാഥനായി മാറുന്നത്. കുംഭകോണത്തിനടുത്തുള്ള സ്വാമിമല എന്ന പുണ്യ സ്ഥലത്താണ് പ്രണവമന്ത്രത്തിന്റെ ഉപദേശം എന്ന് പറയുന്ന മഹാസംഭവം നടന്നത്. അവിടെയുള്ള ക്ഷേത്രത്തിൽ ശിവനെ കീഴ്ത്തളത്തിലും മുരുകനെ മേൽത്തളത്തിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്.
ബ്രഹ്മണ്യം എന്നതും ശിവനെ കുറിക്കുന്നു. അതോടുകൂടി സു എന്ന ശ്രേയസ് കുറിക്കുന്ന പദവും ചേർന്നാണ് സുബ്രഹ്മണ്യൻ എന്ന നാമം ശ്രീ മുരുകന് ലഭിച്ചത്. വേദങ്ങൾക്കും വേദ പണ്ഡിതന്മാർക്കും ആചാര്യനായി വിളങ്ങുന്ന ശ്രീ കുമാര ഭഗവാന് സുബ്രഹ്മണ്യൻ എന്ന നാമം എത്രയോ അന്വർത്ഥമാണ് അല്ലെ. ശ്രീ മുരുകന്റെ നാമങ്ങളും അവയുടെ അർത്ഥങ്ങളും എത്രയോ വലുതാണ്, നമുക്ക് ചിന്തിക്കുന്നതിന്റെയും അപ്പുറത്താണ്. അവയെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. നമുക്കെല്ലാം മനസ്സിലാക്കാനൊന്നും കഴിയില്ല. ഭഗവാനെ സ്തുതിക്കുന്നത് നാമമന്ത്ര മാത്രമാണ് നമുക്കറിയുന്നത്, മറ്റൊന്നും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. നമ്മൾ കഴിക്കുന്ന മരുന്നിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പദാർത്ഥവും നമുക്കറിയില്ല, എന്തൊക്കെ പദാർത്ഥങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, പക്ഷെ ആ മരുന്ന് അറിയാം. അതേപോലെ ഭഗവാനെ നമുക്കറിയാം, പക്ഷെ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന എല്ലാം നമുക്ക് അറിയില്ല അല്ലെ. മരുന്ന് ഉപയോഗിക്കുമ്പോൾ രോഗം കുറയുന്നുണ്ട്, ആ മരുന്ന് അതുകൊണ്ട് ഉത്തമമാണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നാമമന്ത്രങ്ങൾ ഉരുമിട്ട് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിച്ചു പോകുന്നു. അതുപോലെ മുരുകനാമങ്ങളും അർത്ഥപ്പൊരുളുകളും എല്ലാം തേടി നമ്മൾ അലയേണ്ട ആവശ്യമില്ല. അറിയാവുന്ന നാമമന്ത്രോച്ചാരണങ്ങളിൽ കൂടി തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധി കൈവരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് മുരുകന്റെ പ്രത്യേകത. ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളും ഒന്നും മുരുകനെ സ്തുതിക്കാനും പൂജ ചെയ്യാനും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അറിയാവുന്ന നാമങ്ങളോടും പേരുകളോടും കൂടി മുരുകനെ സ്തുതിച്ചാൽ മതി, ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുമെന്നാ പറയുന്നത്. ക്ലിയർ. മഹാദേവന് പോലും ഭഗവാൻ എന്താ ചെയ്തിരിക്കുന്നത്? പ്രണവ മന്ത്രോപദേശം നൽകിയിരിക്കുകയാണ്. അത് കുംഭകോണത്തിനടുത്തുള്ള സ്വാമിമല എന്ന പുണ്യസ്ഥലത്ത്. അതുകൊണ്ടാണ് മഹാദേവനെ അവിടെ കീഴ്ത്തളത്തിലും മുരുകനെ അവിടെ മേൽത്തളത്തിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മഹാദേവനാണ്. അപ്പം ഈ ഒരു ഇതോടുകൂടി സു എന്ന ശ്രേയസ് കുറിക്കുന്ന പദവും ചേർന്നിട്ടാണ് സുബ്രഹ്മണ്യൻ എന്ന പേര് മഹാദേവന്റെ മകനായിരിക്കുന്ന മുരുകന് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ. ഇനി നമുക്ക് ശ്രീ മുരുക ഭട നായകന്മാർ, അത് നമുക്ക് നാളെ എടുക്കാം. അങ്ങനെ മുരുകൻ അവതരിച്ചു അല്ലെ. കുമാരന്റെ ലീലകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞായിരിക്കും നമ്മൾ എവിടെ എത്തുന്നത്? ശൂരപത്മാസുരന്റെ വധത്തിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? കുമാരൻ എന്താണ്, അറമുഖൻ എന്താണ്, കാർത്തികേയൻ എന്താണ്, സുബ്രഹ്മണ്യൻ എന്താണ്, മഹാദേവന് പ്രണവ മന്ത്രോച്ചാരണം ഉപദേശം ആരാണ് നൽകിയത്, സ്വാമിമല എന്താണ്, മനസ്സിലായോ? ആയെങ്കിൽ മാത്രം മെസ്സേജ് ഇടൂ. മനസ്സിലായി? എല്ലാവർക്കും സ്കന്ദപുരാണം ഇഷ്ടായോ? മനസ്സിലായി. സ്കന്ദപുരാണം ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത് കഴിയുമ്പോൾ ഞാൻ ഗണേശപുരാണം എടുത്തരും. ഹനുമത് പുരാണം നമ്മൾ ഓൾറെഡി എടുത്തതാണല്ലേ. ഇനി വായുപുരാണം, അഗ്നിപുരാണം, കുറേ പുരാണങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. 18 പുരാണങ്ങളും 4 വേദങ്ങളും എല്ലാം പഠിക്കാം. പിന്നെ കൽക്കി പുരാണം ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ശ്രീ വിഷ്ണുമായ ചരിതം, അങ്ങനെ ഒരുപാട് എടുക്കാനുണ്ട്. നമുക്കിങ്ങനെ കാലാകാലം എടുത്തു പോവാം അല്ലേ. കുറെ പുരാണങ്ങളും എല്ലാം മനസ്സിലാവുമ്പോൾ ഒരു സന്തോഷമല്ലേ. പല ഹനുമത് പുരാണമൊക്കെ പഠിച്ചു അല്ലേ. ഹനുമത് പുരാണം നമ്മൾ പഠിച്ചതാണ്. കുറെ പുരാണങ്ങളുണ്ട്. ഓരോന്നും സമയം പോലെ ഇതുപോലെ പഠിച്ചു പോവാം. ഓരോ അധ്യായങ്ങളായിട്ട് മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. കാർത്തികേയൻ എന്തുകൊണ്ടാണ് കാർത്തികേയ എന്ന് പേര് വന്നത്? വേൽമുരുകൻ എന്തുകൊണ്ടാണ് വേലായുധന് ആ പേര് ലഭിക്കാൻ കാരണം എന്താണ് അല്ലേ? ഇതൊക്കെ പഠിച്ചു വരുമ്പോ ഒരു രസം ഉണ്ടാവും നമുക്ക്. ഭഗവാന്റെ കുറെ കാര്യങ്ങൾ, കഥകളൊക്കെ കേൾക്കാൻ അല്ലേ. അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, ശാന്തിയോടെ, സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഒരു ടെൻഷനും വേണ്ട. കിച്ചൂട്ടൻ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. സമാധാനത്തോടെ ഇരിക്കുക. എല്ലാം ഭഗവാൻ നല്ലതേ നടത്തൂ. നമ്മുടെ പ്രയാസങ്ങളൊന്നും ഭഗവാൻ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. എല്ലാം കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. നമ്മുടെ കർമ്മഫലങ്ങളുടെ ഒരു പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതേ ഉള്ളൂ. അത് ഭഗവാൻ കുമാരസംഭവം നടത്തി ദേവന്മാരെ രക്ഷിച്ചതുപോലെ നമ്മുടെ പ്രയാസങ്ങളും തീർത്തു തരും. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, മറന്നോട്ടെ. ആത്മാവെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. കൈലാസത്തിൽ പോയി, പഴനിയിൽ പോയി അവിടെ നിന്നൊന്നും തിരിച്ചു വരാൻ തോന്നുന്നില്ല.
അത് സാരമില്ല, മറന്നു പോവും. അതിപ്പോ ക്ലാസ് എടുക്കുന്ന എനിക്കും മറന്നു പോവും, സ്വാഭാവികം. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഈ ജന്മത്തിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, ഈ ജന്മത്തിന്റെ പുണ്യം അതാണ്. സൗന്ദര്യ ലഹരി അല്ലെ, തീർച്ചയായിട്ടും എടുത്തു തരാം മാതാജി. സൗന്ദര്യ ലഹരി ഞാൻ വിചാരിച്ചിരുന്നു എടുത്തു തരണമെന്ന്. ശിവമഹാപുരാണം ഉണ്ട്, അങ്ങനെ കുറേ എടുക്കാനുണ്ട് നമുക്ക്. എടുത്തെടുത്ത് പോവാം. താങ്ക് യു കണ്ണ, താങ്ക് യു സോ മച്ച്. രാജലക്ഷ്മി അമ്മ ഇന്നലെ കമന്റ് ഇട്ടിരുന്നല്ലോ അല്ലെ, ഇന്ന് അമ്പലത്തിൽ സപ്താഹം എന്തുകൊണ്ട് 9 മണിക്കേ വരൂ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഈ മറ്റേ ക്ലാസ് കഴിയുമ്പം നിങ്ങൾ ഓരോരുത്തരും ടൈപ്പ് ചെയ്തിടുന്ന കമന്റ്സുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. നമുക്ക് ഒത്തിരി കമന്റ്സ് വരും, എല്ലാത്തിനും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. ആരും വിചാരിക്കരുത് മാതാജിക്ക് എത്ര കമന്റ്സ് ഇട്ടാലും റിപ്ലൈ ഒന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. സന്തോഷമാണ് നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ. നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം. കാരണം ഭഗവാൻ നേരിട്ട് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നിങ്ങളുടെ ഓരോ നല്ല വാക്കുകളും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആനന്ദം തോന്നും അത് കാണുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിന് കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയും ചെയ്യും, നിങ്ങളുടെ ഓരോരുത്തരുടെ നല്ല സ്നേഹം നിറഞ്ഞ വാക്കുകൾ. കാരണം ഇതിനൊന്നും ഒരു അർഹതയുള്ള ഒരാളല്ല ഞാൻ. നിങ്ങളൊക്കെ എവിടേക്കോ ഇരിക്കുന്നു, ഞാനും എവിടെയോ ജനിച്ചു വളർന്നു, ഇപ്പൊ ഞാൻ എവിടെയോ ചെന്നൈയിൽ ഇരിക്കുന്നു, എല്ലാവരും നാട്ടിലിരിക്കുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് പലരും നല്ല നല്ല കമന്റ്സുകൾ ഇങ്ങനെ ഇടുമ്പം മനസ്സിന് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമാണ്. ഞാൻ രാവിലെ കണ്ണ് തുറക്കുമ്പം ആദ്യം ചെയ്യുന്നത്, നമ്മുടെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് മഞ്ജരീസിന്റെ പേജിലെ കമന്റ്സ് ആണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ അതിൽ കമന്റ്സ് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ നിങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഫേസ് എങ്ങനെയാണ്, വളരെ കുറച്ച് പേരെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും വരണം, ഇന്ന ആളാണെന്ന് പറയണം. അതിനൊന്നും ഒരു മടിയും വിചാരിക്കരുത്. നമ്മളും എല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് കരുതിയിട്ട് എന്തോ വലിയ സംഭവമാണെന്നൊന്നും മനസ്സിൽ ചിന്തിക്കരുത്. നിങ്ങളെപ്പോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധാ ഒരു ആളാണ് ഞാൻ. നിങ്ങളുടെ മോളെ പോലെയോ അനിയത്തിയെ പോലെയോ സുഹൃത്തിനെ പോലെയോ ചേച്ചിയെ പോലെയോ അമ്മയെ പോലെയോ ഒക്കെ തന്നെയാണ്. അല്ലാണ്ട് നമ്മളൊന്നും വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആരുമല്ല, സാധാരണ ഒരാൾ. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന അതേ ജോലികളൊക്കെ ഞാനും എൻ്റെ വീട്ടിൽ ഇവിടെ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും, ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ എവിടെ വെച്ച് കണ്ടാലും, എയർപോർട്ടിലോ ഇനി ഏതെങ്കിലും അമ്പലങ്ങളിലോ എവിടെ വെച്ച് കണ്ടാലും അടുത്ത് വരിക, സംസാരിക്കുക, ഇന്ന ആളാണെന്ന് പറയുക. ഓക്കെ. താങ്ക് യു രുക്മ മാതാജി. തീർച്ചയായിട്ടും പുഷ്പമ്മ. അപ്പോൾ കാണണം നമുക്ക് എല്ലാവർക്കും. നമുക്ക് വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. നമ്മൾ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ കർമ്മഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭഗവാൻ നമ്മളിൽ നിന്ന് മാറ്റി തരട്ടെ അല്ലേ. അതിൻ്റെ കാഠിന്യമെല്ലാം കുറച്ച് നമുക്ക് ശാന്തിയും സമാധാനവും തരട്ടെ. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ല അനുഗ്രഹം ഭഗവാന്റേത് ഉണ്ടാവട്ടെ. കണ്ണന് മുരുകനെ പോലെ ഒരു കുഞ്ഞ് പിറക്കട്ടെ. ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞത്. നല്ല മുരുകനെ പോലെ തന്നെ ഒരു കുഞ്ഞ് ഭഗവാൻ കണ്ണനും നൽകട്ടെ. കുട്ടികളില്ലാത്തവർക്കെല്ലാം ഭഗവാൻ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കട്ടെ. രോഗമുള്ളവരുടെ രോഗമെല്ലാം ഭഗവാൻ മാറ്റി തരട്ടെ. വീടില്ലാത്തവർക്കെല്ലാം ഭഗവാൻ എങ്ങനെയെങ്കിലും വീട് നൽകട്ടെ. ജോലി ഇല്ലാത്തവർക്കെല്ലാം ഭഗവാൻ ജോലി നൽകട്ടെ. കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കട്ടെ. കുടുംബത്തിൽ അശാന്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ആ അശാന്തി മാറ്റി ശാന്തി നൽകട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യം വരട്ടെ. ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഹരോ ഹര. നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരികയാണല്ലേ പറയാൻ. അപ്പൊ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ കേട്ടോ. നമുക്ക് ഇനിയും കാണാം, നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവരും സ്വസ്ഥമായി പോയി കിടന്നുറങ്ങും. ഞാൻ കുറച്ച് മെസ്സേജൊക്കെ നോക്കി, കുറച്ച് വായിക്കാനുണ്ട്. വായിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും. കുറച്ച് നേരം മേലെ പോയി നടന്ന്, ഇന്ന് മഴയില്ല, അപ്പോൾ കുറച്ച് നേരം നടന്നിട്ട് കുറച്ച് നേരം ക്ലിക്കറിൽ ജപിച്ചിട്ട് കിടന്നുറങ്ങും. ഓക്കെ. ഹരേ കൃഷ്ണ. നാളെ കാണാം. ശുഭരാത്രി. ഇപ്പം